ക്കും വാലല്ല തലയത്രേ. യഹോവ നമ്മുടെ കളപ്പുരകളെയും നമ്മൾ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. അതുകൊണ്ട് ഈ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുവാൻ നമുക്ക് സമയമില്ല. മുന്നോട്ട് പോകുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ പിന്തുടരും. അതുകൊണ്ട് മുന്നോട്ട് തന്നെ പോകും. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഇന്ന് യൂട്യൂബിൽ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് സൂമിലേക്ക് പങ്കുചേരുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞാട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഓരോ ദിവസവും ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു. കർത്താവ് നമ്മളെ പരിപാലിക്കുന്നു. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിന്റെ വചനം കേട്ടുവരുന്നു. ഇന്നും കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് കേൾക്കാം. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്ന ദൈവമാണ്, സകലത്തിലും അത്ഭുതമാക്കുന്ന ദൈവമാണ്. ഇന്നും കർത്താവിന്റെ പ്രവൃത്തിയെ നമ്മൾ കാണും. തുടർച്ചയായിട്ട് കർത്താവിന്റെ വചനം കേൾക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തുടർമാനമായിട്ട് ചിന്തിച്ചു വന്ന പുതിയ നിയമത്തിലെ പ്രാർത്ഥനകൾ, പുതിയ നിയമം എന്താണ്, പഴയ നിയമത്തിലെ പ്രാർത്ഥന എന്താണ്, പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം, ഒരു വിശ്വാസി എന്താണെന്നുള്ളതൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ട് പിന്നെയും കേൾക്കാം. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കേട്ടുള്ളവർക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തുടർച്ചയായി ചിന്തിച്ചു വന്നു. ഇന്നലെ നമ്മൾ കേട്ട വചന ചിന്ത എന്ത് വിഷയത്തെ പറ്റി എന്നുള്ളതാണ്. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ദൈവത്തിന് കീഴടങ്ങുവാൻ പിശാചിനെ എതിർത്തേൽപ്പൻ. ആമേൻ. ആമേൻ. അപ്പൊ ഇന്നലെ നമ്മൾ കേട്ടു ദൈവത്തിന് കീഴടങ്ങുക എന്നുള്ളത് എന്താന്നുള്ളത് നിങ്ങൾ കേട്ടവർക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധം ദാസനും യജമാനനുമുള്ള ബന്ധമല്ല, അയൽവക്കക്കാരനുമായിട്ടുള്ള ബന്ധമല്ല, അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധമാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം. ഞാൻ എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ തുടർമാനമായിട്ട് കർത്താവിന്റെ വചനത്തിൽ നിന്ന് കേൾക്കാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് വായിക്കാം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ കർത്താവിനോട് ഈ റോസമ്മ എന്ന് വിളിക്കുന്ന ഒരു വിളിപ്പേരുള്ള ഒരു ഭവനത്തിലെ ഞാൻ കാണുന്നൊരു കാഴ്ച, അങ്ങനെ റോസമ്മ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി, ഞാൻ അങ്ങനെ കേൾക്കുന്നത് എൻ്റെ ഉള്ളിൽ. അങ്ങനെ റോസമ്മ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുള്ള കുടുംബത്തിലെ 2 പെൺതലമുറകളുമായി ബന്ധപ്പെട്ട്, അവരുടെ തലമുറകളുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ദിവസങ്ങളിൽ കാണാൻ വേണ്ടി പോവാണ്. എന്നോട് ഇങ്ങനെ കർത്താവ് പറയുന്നു, തല കുനിക്കപ്പെട്ടോടുത്ത് തല ഉയർത്തിപ്പിടിച്ച് മാനിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് കർത്താവ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഈ ദിവസങ്ങളിൽ ബലപ്പെട്ടോണം. കർത്താവിനോട് പറയുന്നു, തലമുറകളെ അനുഗ്രഹിക്കുന്ന, ഇന്ന് നിങ്ങൾ എവിടെയാണോ പുറകോട്ട് മാറി നിൽക്കുന്നത്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ കർത്താവ് അവിടുന്ന് ഒക്കെയും നിങ്ങളെ ഉയർത്തും, നിങ്ങളെ അവിടുന്ന് മാനിക്കും. ഈ ദിവസങ്ങളിൽ ഈ വചനം കേൾക്കുമ്പോൾ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാനത് സ്വീകരിക്കുമെന്ന് പറഞ്ഞാട്ടെ. ഞാൻ ഇങ്ങനെ കേൾക്കുന്നത് വാക്ക് ഒറ്റപ്പെട്ട് മാറിക്കിടക്കുക, ഇങ്ങനെ തന്നെ ഞാൻ കേൾക്കുന്നത്. പക്ഷെ അവിടുന്ന് ഒക്കെയും ദൈവം നിങ്ങളെ പിടിച്ചുയർത്തും. അവിടുന്ന് ഒക്കെയും ദൈവം നിങ്ങളെ മാനിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഏറ്റെടുത്തു, വിശ്വസിച്ചു. കർത്താവ് അതിൻ്റെ മേൽ അത്ഭുതം ചെയ്യുവാൻ ശക്തനാണ്. ആമേൻ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. വലിയ പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ഇരുന്നോണം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ അതിൻ്റെ 6-ാം അധ്യായത്തിലെ ചില വാക്കുകളാണ്. 7-ാം അധ്യായത്തിലെ 37 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ യേശുക്രിസ്തു പറഞ്ഞു വരുന്ന വചനഭാഗമാണിത്.
7-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചോണം, ഒരു മനുഷ്യൻ ഒരു ഉത്സവത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ദാഹിക്കുന്ന ആളുകളെല്ലാം എൻ്റെ അടുത്തോട്ട് വാ, എൻ്റെ അടുക്കൽ വന്ന് ദാഹം മാറ്റിക്കോ എന്ന് പറഞ്ഞാൽ, നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? ഒരു ദാഹശമനി അവിടെ കാണണം. വെള്ളമായിക്കോട്ടെ, ജ്യൂസ് ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, നമ്മുടെ ദാഹം മാറ്റുന്ന ഒരു വെള്ളം അവിടെ കണ്ടിരിക്കണം. അത് എന്തു ആയിക്കോട്ടെ. അപ്പോൾ ഒരു മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കിലേക്ക് വരാൻ പറയുമ്പോൾ, നിങ്ങളത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ചെല്ലുന്ന വഴിയിൽ ദാഹം ശമിപ്പിക്കുന്ന എന്തെങ്കിലും അവിടെ കണ്ടിരിക്കണം. എന്നാൽ കർത്താവ് ഇത് പറയുന്ന സമയത്ത് കർത്താവിന്റെ അടുക്കൽ ഒരു ദാഹശമനിയും ഇല്ല. അവിടെ ദാഹിച്ച് ചിലപ്പോൾ ഓടി വന്ന ആൾക്കാർക്ക് ഒന്നും അവിടെ കാണാൻ പറ്റിയില്ല. താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കർത്താവ് ഈ നദിയെ പറ്റിയും ദാഹത്തെയും പറ്റി പറയുകയാണ്. ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കലേക്ക് വരണം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ കർത്താവിനെ വിശ്വസിച്ച് ദൈവസന്നിധിയിൽ വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഒരു മനുഷ്യന് പോലും പ്രവചിക്കാൻ പറ്റത്തില്ല. 2012 വരെ എൻ്റെ സുഹൃത്തുക്കളും എന്നെ അറിയാവുന്ന ആൾക്കാരുമൊക്കെ എന്നെപ്പറ്റി ചിന്തിച്ച് വെച്ചിരുന്നത്, എന്നെപ്പറ്റി അവർക്കറിയാവുന്ന, അല്ലെങ്കിൽ ഞാൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഭാവിയുണ്ട്. അതെന്നെ ചുറ്റുവട്ടം കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ വിദ്യാഭ്യാസം വെച്ച്, എൻ്റെ കുടുംബ ചുറ്റുപാട് വെച്ച്, എൻ്റെ വരുമാനം വെച്ച്, എൻ്റെ ജോലി വെച്ച്, എൻ്റെ ആരോഗ്യം വെച്ച്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലിയും എൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ ഉള്ളവർക്ക് കഴിയും. ഇപ്പം എൻ്റെ സ്വഭാവം അറിയാവുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, ആ പുള്ളിയല്ലേ, അത്രയൊക്കെ ഉള്ളൂ. നമ്മളെപ്പറ്റിയൊക്കെ പല രീതിയിലുള്ള വിലയിരുത്തലുകളുണ്ടല്ലേ. നമ്മളെപ്പറ്റി മറ്റുള്ളവരൊക്കെ പല കാര്യങ്ങളിൽ നമ്മളെപ്പറ്റി ഒരു മുൻധാരണയുണ്ട്. എന്നാൽ ഒരുവൻ യേശുവിലേക്ക് വന്നാൽ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകും. നിങ്ങൾക്ക് പോലും ചിന്തിക്കുവാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് പോലും അളക്കുവാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകും. ഞാനിത് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, നിങ്ങളെ വെറുതെ എൻകറേജ് ചെയ്യാൻ ഞാൻ പറയിക്കുകയല്ല. ഈ വചനം വ്യക്തമായി നമ്മോട് പറയുന്നു. യേശുക്രിസ്തു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവചനം പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ശ്രദ്ധിച്ചോണം, നദികൾ ഒഴുകും. ഈ നദിക്കൊരു പ്രത്യേകത ഉണ്ട്, നമുക്ക് താഴേക്ക് വരുമ്പോൾ പറയാം. ഇവിടെ പറയുകയാണ് 39-ാം വാക്യത്തിൽ, യേശു ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലാകയാൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലായിരുന്നു. ഇനി ശ്രദ്ധിച്ചോണം, ഒരു ചോദ്യം അപ്പോൾ ഉണ്ടാകും, പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ലൂക്കോസ് ലീഹായുടെ സുവിശേഷം തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെയാണ് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് മറിയോട് പറയുകയാണ്, നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഒരു കർത്താവ് ജനിക്കുമെന്നൊക്കെ പറയുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് വരുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇനി പഴയ നിയമത്തിലായിക്കോട്ടെ, യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പും അവിടെ പ്രവാചകന്മാരായിട്ടുള്ള പുരോഹിതന്മാരായിട്ടുള്ള ആളുകളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ യേശുക്രിസ്തു തേജസ്കരിക്കപ്പെടാത്തത് കൊണ്ട് അവിടെ എന്ത് ചെയ്തിട്ടില്ല, പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് അവിടെ ഇല്ലെന്നല്ല, വന്നില്ലെന്നല്ല അർത്ഥം. പരിശുദ്ധാത്മാവ് ഇന്നത്തെ പോലെ വസിച്ചിരുന്നില്ല. പഴയ നിയമത്തിൽ ഒരു ഭക്തന്റെ മേലും പരിശുദ്ധാത്മാവ് സ്ഥിരമായി വസിച്ചിരുന്നില്ല. ഒരു മനുഷ്യന്റെ മേലും പരിശുദ്ധാത്മാവ് സ്ഥിരമായി വസിക്കുവാൻ പറ്റത്തില്ല. സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾ സുവിശേഷം വായിക്കുമ്പോൾ ഒരു അടയാളം പറയുന്നുണ്ട്, ആരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും വസിക്കുകയും ചെയ്യുന്നത് നീ കാണുമോ അവനെ എത്ര എന്ത് ചെയ്യണം, വെള്ളം കൊണ്ട് സ്നാനം കഴിയണം. അപ്പൊ പരിശുദ്ധാത്മാവ് വരിക എന്നൊരു അടയാളമല്ല, വന്നിട്ട് ആരുടെ മേലാണോ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് നീ കാണുവോ അവർക്ക് എന്തുകൊണ്ട്, ആത്മാവ്, അല്ലെങ്കിൽ അവരുടെ മേൽ എന്തുണ്ട്, അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ അടയാളമായിട്ടൂടെ കൊടുത്തിരിക്കുക. ആരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും വസിക്കുകയും ചെയ്യുമോ അവരെ എന്ത് ചെയ്യണം, ആത്മാവ് കൊണ്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തണം. അപ്പൊ പരിശുദ്ധാത്മാവ് അവിടെ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. വന്നിട്ടില്ല എന്നുള്ളതല്ല, ആരുടെ മേലും വസിച്ചിരുന്നില്ല.
അപ്പോൾ വസിച്ചിരുന്നുവെങ്കിൽ പഴയ നിയമത്തിൽ ഒരു മനുഷ്യന് പോലും എന്ത് ചെയ്യേണ്ട, ഇത്ര സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. നമ്മൾ പഴയ നിയമം വായിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് പഴയ നിയമ ഭക്തന്മാർ വലിയ നിലവിളിയോടെയും വളരെ കണ്ണുനീരോടുകൂടെയും കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിന്റെ കാരണം അവർക്ക് എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. പക്ഷെ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ ആരുടെ മേലും സ്ഥിരമായി വസിക്കത്തില്ല. ഇപ്പൊ പഴയ നിയമം വായിക്കുന്ന സമയത്ത് ഗിദെയോന്റെ ഒക്കെ മേൽ അല്ലെങ്കിൽ ശിംശോന്റെ ഒക്കെ മേൽ ആത്മാവ് വന്നും പോയി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് പഴയ നിയമം. സ്ഥിരമായി വസിക്കുന്നില്ല. അപ്പൊ സ്ഥിരമായി പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കാലഘട്ടമാണ്. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് സ്ഥിരമായി വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും എൻ്റെയും ഉള്ളിലാണ്. തെളിവ് ഞാൻ പറയാം. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളോ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ അവിടെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നു എന്നും. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വസിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരിശുദ്ധാത്മാവിനൊരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാവിനെ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ശ്രദ്ധിച്ചോണം. പരിശുദ്ധാത്മാവിനെ അടങ്ങിയിരിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനെ അടക്കിയിരുത്തുവാൻ ആർക്കും കഴിയത്തില്ല. എന്നോടെ ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് അടങ്ങിയിരിക്കത്തുമില്ല. പരിശുദ്ധാത്മാവിനെ ആർക്കും അടക്കിയിരുത്തുവാനും കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനെ ക്രിസ്തു പറയുന്നു ജീവ ജല നദി, ഒരു നദി ഒഴുകുന്നത് പോലെ ഓവർഫ്ലോ ആണ് പരിശുദ്ധാത്മാവ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ പരിശുദ്ധാത്മാവിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാമല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഇടുക്കി ഡാമൊക്കെ തകരുമെന്നുള്ള വലിയ ഭയത്തിൽ ആളുകൾ ഭയഭീതിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര ഭയത്തിലിരുന്നുകൊണ്ടിരിക്കുക. ഏത് നിമിഷവും അത് സംഭവിക്കാന്നുള്ള ഭയത്തിലിരിക്കുക. അതിന്റെ കാരണം എന്തെന്നറിയാവോ? ആ കെട്ടിക്കിടക്കുന്ന ഡാമിലെ വെള്ളം ഒരു സുപ്രഭാതത്തിൽ ആ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എന്ത് ചെയ്യും? അത് വേഗത്തിൽ ഒഴുകുവാൻ തുടങ്ങും. അതെങ്ങോട്ടൊക്കെ പോകുമെന്ന് ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഊഹാപോഹത്തിലൂടെ പറയാൻ കഴിയും, ഇന്ന സ്ഥലത്തേക്ക് വരും, ഇന്ന ജില്ലകൾ അപകടത്തിൽപ്പെടുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആർക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, പ്രവചിക്കുവാൻ കഴിയത്തില്ല. അതിന്റെ കാരണം ജലമാണ്, നദിയാണ്. അതെങ്ങനെ ഒഴുകുമെന്നോ, എത്ര സ്പീഡിൽ ഒഴുകുമെന്നോ, എത്രത്തോളം അത് വ്യാപിക്കുമെന്നോ, എത്രത്തോളം അത് നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്നോ ആർക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല. ഊഹാപോഹങ്ങൾ പറയാൻ പറ്റും, ആർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, പരിശുദ്ധാത്മാവാകുന്ന നദി നിങ്ങളുടെ അകത്തുനിന്ന് ഒഴുകാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ ഇരിക്കും? ചിന്തിക്കണം. ഇത് കർത്താവ് പറയുകയാണ്, ദാഹിക്കുന്നവർക്ക് ഇത് കൂടുതൽ എന്ത് ചെയ്യും. അപ്പൊ നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോണം, ദാഹിക്കുന്നവർക്ക്. ഇപ്പൊ ഞാൻ പറയാം, നിങ്ങളിപ്പം ഒരു ദാഹവും ഇല്ലെന്നിരിക്കട്ടെ, നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് 10 ലിറ്ററിന്റെ കുപ്പിവെള്ളം കൊണ്ടുവച്ചാലും ഒരു ഗുണവുമില്ല. അത് വെറുതെ ഇരുന്ന് പോകുന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. ഒരു വിശ്വാസിക്ക് ആദ്യം വരേണ്ടത് ദാഹമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ പ്രതീക്ഷയോടെ നിങ്ങൾ നിൽക്കണം. ഓ ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചാലൊന്നും ദൈവം പ്രവർത്തിക്കത്തില്ല. എൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഒരിക്കലും പ്രവൃത്തി കാണാൻ കഴിയത്തില്ല. ദാഹമുള്ളവരുടെ മേൽ ഓവർഫ്ലോ ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ അകത്തൊരു പ്രതീക്ഷ, എനിക്ക് നല്ലൊരു ജീവിതം വേണം, എനിക്ക് കർത്താവിന്റെ സാക്ഷിയാകണം, എനിക്ക് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, എനിക്ക് എൻ്റെ സാക്ഷിയാണ്, ലോകം മുഴുവൻ പോയി എനിക്ക് യേശുവിന്റെ. നിങ്ങളുടെ വിഷൻ വലുതാവുമ്പോൾ ആത്മാവിന്റെ ഒഴുക്കും വലുതാവും. ഇപ്പൊ മനസ്സിലായോ? ദാഹം വലുതാണെങ്കിൽ നിങ്ങളുടെ മേലുള്ള ആത്മാവിന്റെ ഒഴുക്കും വലുതാവും. ഇത് യേശുക്രിസ്തു പാപിയായ മനുഷ്യന്റെ മാനസാന്തരത്തെ പറ്റിയാണ് പറയുന്നതെങ്കിലും ഒരു വിശ്വാസത്തിൽ വന്ന വ്യക്തിക്കും ഇതേ ദാഹം ഉണ്ടായിരിക്കണം, വളരുവാൻ ഒരാഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾ വചനം കേട്ടിട്ട് ഇപ്പം നിങ്ങൾക്ക് ഞാൻ മനസ്സിലാവുന്ന ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു വീട് പണിയാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു പ്ലാൻ എങ്ങനെയായിരിക്കും? ഒരു സാധാരണ ഭവനം അല്ലേ? നമ്മളെപ്പോഴും ഉദാഹരണം മാത്രമേ ഞാൻ പറഞ്ഞു കേട്ടോ. ബൈബിള് പറയുന്നു, നിനക്ക് വീടല്ല വീടുകൾ തരും. പക്ഷെ അവിടെ നോക്കിയാൽ മതി, അവിടെ പറയുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുണ്ട്, സകലതും നീ നട്ട് നനച്ചിട്ടില്ലാത്ത തോട്ടങ്ങളും സകലതും നിറഞ്ഞിരിക്കുന്നതും എല്ലാം ഉള്ള ഒരു ഭവനം. പക്ഷെ അവിടെയും പറയുന്നുണ്ട് എത്ര മുറിയെന്ന് പറയുന്നില്ല. ഉദാഹരണമാണ്, എത്ര മുറി അവിടെ റീറ്റാ സഹോദരിട്ടുണ്ട്, ആവർത്തന പുസ്തകം 6:11. എത്ര മുറിയെന്ന് പറയുന്നില്ല, എത്ര വലിപ്പമെന്ന് പറയുന്നില്ല. അതെന്തുകൊണ്ടാണ് അവിടെ വലിപ്പം ഒന്നും എഴുതാത്തത്? നിങ്ങളാണ് അവിടെ വലിപ്പം കൊടുക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരു ഉദാഹരണമായിട്ട് വചനമാണ്. നമ്മുടെ വിഷൻ, നമ്മുടെ ദൈവത്തിൽ അതെങ്ങനെയാണ് എൻ്റെ ദാഹവുമായിട്ട് എങ്ങനെയാണ് ആത്മാവിന് ബന്ധം? ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറയും, ഞാൻ ലോകത്തിന്റെ അറ്റത്തോളം പോയി
യേശുവിന്റെ സുവിശേഷം പറയും. ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് മ്യൂട്ടൊന്നും മാറ്റണ്ട, ഒന്ന് മനസ്സിൽ പറഞ്ഞ്, ഞാൻ കണ്ണടയ്ക്കണം, ലോകത്തിന്റെ അറ്റത്തോളം പോയി സകല മനുഷ്യരോടും സുവിശേഷം പറയും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മനസ്സിന്റെ അകത്തോട്ട് പെട്ടെന്ന് വരും, ഇംഗ്ലീഷ് അറിയത്തില്ല, അറബി അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല, ഫ്രഞ്ച് അറിയത്തില്ല, പല രാജ്യത്തിലെ പല ഭാഷ അറിയത്തില്ല, അവരെന്നെ കൈക്കൊള്ളുമോ, അവരെന്നെ മൈൻഡ് ചെയ്യുമോ, എനിക്ക് കാണാൻ വലിയ ഭംഗിയില്ല, എന്നെ കാണാൻ അത്ര വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല, അങ്ങനെ എത്രയോ പരിമിതികൾ നമ്മളോട് മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. ഇനി ഫ്ലൈറ്റ് എടുക്കാൻ പാസ്പോർട്ട് ഇല്ല, ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ല, ഇതൊക്കെ നമ്മുടെ പരിമിതികളാണ്. ഇതൊക്കെ നമ്മുടെ ദാഹത്തെ കുറയ്ക്കും. ഞാൻ ഈ ഇട്ടാവട്ടത്തെങ്ങാനും കിടന്ന് കറങ്ങിക്കോളാം. അല്ല, ദാഹം ഉണ്ടാകേണ്ടത് എങ്ങനെയാണെന്നറിയാവോ? ദൈവത്തിന്റെ വലിപ്പവുമായിട്ട് നിങ്ങളുടെ മൈൻഡ് കണക്റ്റഡ് ആയിരിക്കണം. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി, മർക്കോസ് 16 പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയുമെന്ന് കർത്താവ് ഇത് പറയുന്ന സമയത്ത്, മർക്കോസിന്റെ 16 വായിക്കുമ്പോൾ നമുക്ക് വായിക്കണ്ട, നോക്കിയാൽ മതി, വീട്ടിൽ പോയി ഇത് കഴിയുമ്പോൾ നോക്കിയാൽ മതി. മർക്കോസിന്റെ 16 നോക്കിയാൽ ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയണമെന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിച്ചോട്ടെ, ഈ സകല സൃഷ്ടിക്കകത്ത് അറബികളുണ്ടല്ലോ, ഹിന്ദിക്കാരുണ്ടല്ലോ, സ്പാനിഷുകാരുണ്ടല്ലോ, ഫ്രഞ്ചുകാരുണ്ടല്ലോ, ഇംഗ്ലീഷുകാരുണ്ടല്ലോ, എത്രയോ ഈജിപ്ഷ്യൻ, എത്രയോ പല ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇതെല്ലാ ലാംഗ്വേജും പഠിച്ച് പച്ചവെള്ളം പോലെ കാണാപ്പാടം പഠിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ രാജ്യക്കാരോടും സുവിശേഷം പറയാൻ പറ്റുമോ ഇല്ലയോ? പറ, പറ്റുമോ ഇല്ലയോ? എല്ലാ ഭാഷകളും ഈ ലോകത്തുള്ള ഇത്രയും നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്രയോ ഭാഷകളുണ്ട്. ഇന്ത്യയിൽ തന്നെ എത്രയോ ഭാഷയുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്, തെലുങ്കുണ്ട്, തമിഴുണ്ട്, ഇങ്ങനെ മറാഠി, എത്രയോ നമ്മളറിയാത്ത ഗോത്ര ഭാഷകൾ. ഇനിയിപ്പോൾ ഇംഗ്ലീഷും ഇനിയിപ്പോൾ നിങ്ങൾ അറിയാവുന്ന ഭാഷയെല്ലാം പഠിച്ചെന്നിരിക്കട്ടെ, എത്രയോ ഗോത്ര ഭാഷ ഉണ്ടെന്നറിയാവോ? ലിപി ഇല്ലാത്ത എത്രയോ ഭാഷകൾ ഗോത്രവർഗങ്ങളുടെ ഇടയിലുണ്ടെന്നറിയോ? ലിപികളില്ല അതിനൊന്നും. അവരുടേതായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ലാംഗ്വേജുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കുന്നവർ വരെയുണ്ട്. എന്തു ചെയ്യും? പക്ഷെ കർത്താവ് പറയുന്നു, ഭൂലോകത്തിന്റെ അറ്റത്തോളം എവിടം വരെ ഉണ്ടോ അവിടം വരെ എൻ്റെ സുവിശേഷവുമായിട്ട് പോകാൻ റെഡിയാണ്. ഞാൻ പറയുന്നു, എൻ്റെ കർത്താവ് നേരെ ചൊവ്വേ മലയാളം പോലും അറിയാൻ തരത്തിൽ ഞാൻ എങ്ങനെ പോകാനാ? അവിടെ കിടക്കും നമുക്ക്. കാര്യം, ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നിട്ട് എൻ്റെ വയറ് നിറഞ്ഞിരിക്കും, എനിക്ക് ദാഹമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ ആ കുപ്പി വെള്ളം അവിടെ തന്നെ ഇരിക്കും. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വന്നിട്ട് നിങ്ങളുടെ അകത്തൊരു ദാഹമുണ്ടാകുമ്പോൾ മാത്രമേ ആത്മാവിന്റെ ഒഴുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ കൂട്ടായ്മ ആചരിക്കുന്ന നിങ്ങൾക്കകത്തൊരു സാക്ഷ്യത്തിന്റെ മനോഭാവം ഉണ്ടാകണം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കും. ഞങ്ങളുടെ കുടുംബം നാട്ടുകാർ കാണുമ്പോൾ അവർ പറയും, എത്ര അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായത്, ദേശത്തിൽ ഏറ്റവും നല്ല അനുഗ്രഹിക്കപ്പെട്ട കുടുംബം എൻ്റെ ആയിരിക്കുമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പറയണം. അത് വളരെ അഹങ്കാരമല്ലേ? ഇതാണ് നിങ്ങളുടെ ദാഹം. ദൈവത്തിൽ വിശ്വസിക്കണം. ആ കർത്താവിന് ഇങ്ങനെ എന്നെ ആക്കി തീർക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുമ്പോൾ, ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, യേശു പറഞ്ഞ വാക്ക് എന്തുവാ? എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ. അപ്പൊ വിശ്വാസവും ഒഴുക്കുമായിട്ട് വലിയ ബന്ധമില്ലേ? യേശുവിൽ വിശ്വസിക്കുന്ന അവരുടെ അകത്തുനിന്നും ഒഴുക്കുണ്ടാകും. ഏത് രാജ്യത്തായിക്കോട്ടെ, അസാധ്യം എന്നൊരു വാക്ക് കേട്ടാൽ ഒന്ന് വിശ്വസിക്കുക, എൻ്റെ ദൈവം അത് സാധ്യമാക്കും. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ഡ്രൈനെസ് ഉണ്ടാകും, ഒരു ദാഹമായി തീരും. ആ ദാഹം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാവോ? ആത്മാവ് ഇങ്ങനെ ഒഴുകുവാൻ തുടങ്ങും. ഇനി ആത്മാവ് ഒഴുകിയാൽ എന്നെ പ്രത്യേകം എന്നറിയാവോ? നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ നാട്ടില് വലിയ മലയിടിച്ചിലുണ്ടായിട്ട് നമ്മൾ വയനാട്ടിലല്ലേ കണ്ടല്ലേ? അത്രയോ ഭവനങ്ങൾ, 400 ചില്ലറ ആളുകൾ മരണപ്പെട്ട വലിയ വാർത്ത നമ്മൾ കേട്ടല്ലേ? മനുഷ്യന്മാര്, ഭവനങ്ങൾ, കെട്ടിടങ്ങൾ, സ്കൂളുകൾ, ഇതൊക്കെ എന്ത് ചെയ്തു? പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ആ വെള്ളപ്പാച്ചിൽ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ അർത്ഥം മനുഷ്യന്റെ സ്ട്രെങ്ത് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല. ആ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ ശക്തിയെയോ പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. അപ്പൊ വെള്ളത്തിന്റെ പ്രത്യേകത എന്തുവാ? മനുഷ്യനേക്കാൾ ഇതിന് പവറുണ്ട്. ഭയങ്കര ഫോഴ്സിലാണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ അകത്തുനിന്ന് പരിശുദ്ധാത്മാവ് ഒഴുകുമ്പം എന്താ പ്രത്യേകത എന്നറിയാവോ? നിങ്ങളെയും കൊണ്ടാ ഒഴുകുന്നത്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് ഒഴുകുന്നത് എന്നെയും കൊണ്ടാന്ന് പറ.
ശുദ്ധാത്മാവ് ഒഴുകുന്നത് എന്നെയും കൊണ്ടാണ്. നമ്മളിലൂടെയാണ് പരിശുദ്ധാത്മാവ് ഒഴുകുന്നത് എന്നിലൂടെയാണ്. ആമേൻ ആമേൻ. അങ്ങനെ പറഞ്ഞു പഠിക്കണം. പരിശുദ്ധാത്മാവ് ഒഴുകുന്നത് എന്നെയും കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഒഴുകുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല. പരിശുദ്ധാത്മാവ് എവിടെ ഒഴുകുന്നു ബലം പിടിക്കരുത്. ഇവിടെ കുഴപ്പം. അതുകൊണ്ടാണ് ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമ്മൾ ദൈവത്തെ പഠിപ്പിക്കാൻ വേണ്ടി പോകണ്ട. എൻ്റെ ജീവിതത്തിൽ വലിയ എന്തോ കുറവുണ്ട്, നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ ഒഴുക്കിനെ പിടിച്ചു നിർത്താൻ നോക്കുക. അവിടെ എന്നാ സംഭവിക്കുന്നത്? നമ്മളെ അങ്ങോട്ട് സൈഡിലോട്ട് തട്ടിയിടും പരിശുദ്ധാത്മാവ്. എൻ്റെ കർത്താവേ, അതാണ് ഈ മർമ്മം പിടികിട്ടിയപ്പോഴാണ് അപ്പോസ്തലന്മാർ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങളായിട്ട് ശ്രദ്ധിച്ചാൽ മതി, അവരെല്ലാവരും ഒരുമിച്ച് കൂടി മർക്കോസിന്റെ മാളിക മുറി. അവർക്ക് മനസ്സിലായി എന്തായാലും ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ഒന്നെങ്കിൽ വള്ളവും വലവൊക്കെ ആയിട്ട് വെള്ളത്തിൽ പോയി മീൻ പിടിച്ച് സാധാരണക്കാരനെ പോലെ ജീവിക്കാം, എന്തായാലും തല്ല് കിട്ടും. കാര്യം ഇനി തിരിച്ച് സിനഗോഗി പള്ളി ചെല്ലുമ്പോഴേക്കും അയൽവക്കത്തുള്ള ചേട്ടന്മാരൊക്കെ പറയും, ആ ബഹളമായിരുന്നു, യേശുവേ സ്വത്രം, യേശുവേ ഹാലേലൂയ, അപ്പം തോന്നുന്നു അത്ഭുതം കൊണ്ട് നടക്കുമല്ലാതെ ഇപ്പൊ എന്ത് യേശു. അപ്പൊ തിരിച്ചിനി പള്ളി ചെന്ന് കഴിഞ്ഞാൽ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് ഇനി ഉള്ളത് ചിലപ്പോൾ അടി കിട്ടാൻ സാധ്യതയുണ്ട്, അവരെ കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. ഇനി അവർക്ക് ജീവിതകാലം മുഴുവൻ പരിഹാസവും നിന്നയും സഭയിൽ നിന്ന് അനുഭവിക്കേണ്ടി വരും. സിനഗോഗുകളിൽ ഇനി ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അവരെ കയറ്റിയെന്ന് വരത്തില്ല. കാര്യം യേശു മരണപ്പെട്ടു. ഇനി ഒരു കാര്യം അവരുടെ മുമ്പിലുള്ളൂ, ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, കർത്താവിന്റെ വാക്ക് കേട്ടനുസരിച്ച് വെയിറ്റ് ചെയ്യുക. അവരെന്ത് ചെയ്തു? തീരുമാനിച്ചു, ഇനി ഞങ്ങൾക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഒന്നെങ്കിൽ തിരിച്ച് വള്ളവും വലയായിട്ട് പോയി ജീവിതകാലം മുഴുവൻ കണ്ടവന്റെ തല്ലും കൊണ്ട് നിന്നയും കേട്ട് പരിഹാസവും കേട്ട് മീൻ പിടിച്ച് ജീവിതം അവസാനിക്കാം. അല്ല എങ്കിൽ യേശുവിന്റെ വാക്ക് കേട്ട് അപ്പോസ്തല പ്രവൃത്തി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലെ ഇട്ടാവട്ടത്തു നിന്നും യഹൂദയിലെ വട്ടത്തിൽ നിന്നും നീ ഭൂലോകത്തിന്റെ അറ്റത്തോളം പോകാൻ റെഡിയാണെങ്കിൽ കേറു മർക്കോസിന്റെ മാളിക മുറിയിലോട്ട്, ഞാൻ ആത്മാവിനെ പകരാൻ വേണ്ടി പോകും. ആത്മാവ് വന്നാൽ എന്നെ പ്രത്യേകം അറിയാവോ പത്രോസേ, നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, നിന്നെ കൊണ്ട് ഒഴുകും. ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുമ്പം ഒരു കാര്യം ഉറപ്പിച്ചോണം, ഈ കേൾക്കുന്ന വചനത്തിന്റെ അകത്തൊരു പരിശുദ്ധ ആത്മാവുണ്ട്. ആമേൻ പറഞ്ഞ് അതിനെ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞാൽ നിങ്ങളെ ഒഴുക്കിക്കൊണ്ടുപോകുന്ന പരിശുദ്ധ ആത്മാവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, ഈ കൂട്ടായ്മ ആചരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം, എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയം ഭയങ്കര വലിയ വിഷയം. ഞാൻ പറഞ്ഞ കേക്ക്, കൂട്ടായ്മ ആചരിച്ച് വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടും, നിങ്ങളെ ഒഴുക്കും പരിശുദ്ധാത്മാവ്. നിങ്ങളെ ആത്മാവ് ഒഴുക്കും. അതിനുവേണ്ടി ആയിരിക്കണം നിങ്ങളുടെ അകത്തൊരു ദാഹം ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ അകത്തേക്ക് ഒരു ദാഹം നിറയേണ്ടത്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലേക്ക് വരുന്ന സമയത്ത് നമുക്കകത്തുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ധൈര്യം എന്നാന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ ശക്തി എന്നാന്ന് ചോദിച്ചാൽ, ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, പരിശുദ്ധാത്മാവിന്റെ ഒഴുക്കിന്റെ അകത്തോട്ട് ഞാൻ കയറുക. നമ്മൾ കണ്ടല്ലോ, വലിയൊരു മലവെള്ളപ്പായ്ച്ചലിന് മനുഷ്യനെ മൊത്തവും മണ്ണിനടിയിലേക്ക് കൊണ്ടുപോകുവാൻ പറ്റുന്നുവെങ്കിൽ ആത്മാവാകുന്ന നദി ഒഴുകിയാൽ, പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് വന്നാൽ, ഇത് ഒരു നദിയും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മുമ്പിൽ വലിയൊരു ഭയാനകമായ ഒരു അനർത്ഥം നമ്മൾ കണ്ടല്ലേ. അതൊരു നദിയുടെ ഒഴുക്ക, ഒരു വെള്ളത്തിന്റെ ഒഴുക്കുമായി ബന്ധപ്പെട്ട അതിനും. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവ് ഒഴുകിയാൽ അനർത്ഥമല്ല, അത്ഭുതമാണ്. ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർക്ക് ഉച്ചരിച്ചു കൂടാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചു. ആത്മാവിന്റെ ഒഴുക്ക് അനുഭവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ അന്യഭാഷാ വരം ലഭിച്ചവർ കൂടുതൽ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഒഴുക്കിലേക്ക് നിങ്ങൾ പോകാൻ ഇടയായിത്തീരും. ഇവിടെ നിങ്ങൾ നോക്കി, ആത്മാവ് നിറഞ്ഞവർ അന്യഭാഷ പറഞ്ഞു. അപ്പൊ ആത്മാവിന്റെ നിറവ് വരുമ്പോൾ, ആത്മാവ് വന്നു കഴിഞ്ഞാൽ അന്യഭാഷ പറഞ്ഞാൽ, ഞാനൊരു പ്രത്യേകത പറയാം, അന്യഭാഷ പറയുന്ന ഒരു വ്യക്തി, വിശുദ്ധ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത ഞാൻ പറയാം, ആ വ്യക്തിക്ക് പിന്നെ ലോകവുമായിട്ട് ഒരു പിടിയില്ല. അവൻ ആത്മാവിന് പൂർണ്ണമായും കീഴ്പ്പെടാൻ വരുന്ന വ്യക്തിയായിത്തീരും. ആമേൻ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം കേട്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് പോലും പ്രവചിക്കുവാൻ, ഞാൻ എൻ്റെ ജീവിതത്തെ പറ്റി പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എൻ്റെ കർത്താവേ, സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ദൈവം നമ്മളെ ഉയർത്തും. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സമയത്ത് നമ്മുടെ ലൈഫിൻ്റെ അകത്ത് ടേണിങ്ങുകളെ കർത്താവ് ചെയ്യും. നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ പോലും കഴിയത്തില്ല. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒഴുക്കിലേക്കാണ് നിങ്ങൾ കയറിയിരിക്കുന്നത്. പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല.
ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. നിങ്ങളുടെ നാട്ടിലെ കണ്ടത്തിലെ വെള്ളത്തിലോ തോട്ടിലെ വെള്ളത്തിലോ എത്ര പേരുണ്ട് ഈ കുളത്തിൽ നീന്തി പരിശോധിച്ചവരുണ്ട്? കുളത്തിൽ പോയി നീന്തിയവർ എത്ര പേരുണ്ട്? കുളങ്ങളിൽ ഞാൻ നീന്തിയിട്ടുണ്ട് ബ്രദറെ. ഞാൻ നീന്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കുളത്തിൽ നീന്തിയവരല്ലേ? നിങ്ങൾക്കെല്ലാം നീന്തൽ അറിയാം. ഇനി കുളത്തിൽ എത്ര ആഴം ഉണ്ടെങ്കിലും അതിൻ്റെ അകത്തോട്ട് ചാടി വട്ടം കറങ്ങി നീന്തി നിങ്ങൾ തിരിച്ച് കരയിൽ കയറും. പക്ഷെ വലിയ മലവെള്ളപ്പായ്ച്ചിലിൽ കുത്തി ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ അകത്ത് എത്ര പേര് നീന്തിയിട്ടുണ്ട്? ആരെങ്കിലും ഉണ്ടോ? ഭയങ്കര വലിയ മലവെള്ളപ്പാച്ചിൽ കുത്തി ഒഴുകി വരിക, ഒരു മനുഷ്യന് പോലും ഇറങ്ങാൻ കഴിയാത്ത വെള്ളത്തിൽ നീന്താൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതെന്താ നിങ്ങൾക്ക് നീന്താൻ കഴിയാത്തത്? എത്ര ആഴമുള്ള കുളത്തിൽ നീന്താൻ കപ്പാസിറ്റി ഉള്ള, ചാടി ഇറങ്ങി വട്ടം കറങ്ങി കുളിച്ച് കരകയറാൻ കഴിയുന്ന നിങ്ങൾക്ക് ഇടിച്ചു കുത്തി ഒഴുകി വരുന്ന ഒരു വെള്ളത്തിൽ, മലവെള്ളപ്പായ്ച്ചിലിൽ നീന്താൻ എന്തുകൊണ്ടാ ഭയം? അവിടെ നിങ്ങൾക്കൊരു കാര്യം അറിയാം, അവിടെ നീന്താൻ പോയിട്ട് ഒന്ന് ഇറങ്ങാൻ പോലും കഴിയത്തില്ല. എത്ര എക്സ്പേർട്ട് നീന്തലുള്ള വ്യക്തിയാണെങ്കിലും അവിടെ കുത്തൊഴുക്കിൽ വലിച്ചുകൊണ്ട് പോകും. ഇപ്പോഴാണ് പരിശുദ്ധാത്മാവ്. അവിടെ പോയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് അവിടെ തുറക്കണ്ട. നിങ്ങളുടെ കഴിവ് പരിശുദ്ധാത്മാവിന് വേണ്ട. നിങ്ങളുടെ കപ്പാസിറ്റി പരിശുദ്ധാത്മാവിന് വേണ്ട. നിങ്ങൾക്ക് എത്ര ബലമുണ്ടെന്നോ ബലഹീനത ഉണ്ടെന്നോ ഒന്നും അളക്കാൻ പരിശുദ്ധാത്മാവ് വരത്തില്ല. പരിശുദ്ധാത്മാവ് ഒറ്റ കാര്യമേ നിൽക്കുന്നുള്ളൂ, നിന്നാ മതി, ഒഴുകിക്കൊണ്ട് പോകും. ഈ വചനമൊക്കെ ഒന്ന് കേട്ടൊന്ന് ബലപ്പെട്. കർത്താവിന്റെ നാമത്തിൽ ഈ യേശുവേ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടല്ലോ, അങ്ങ് എന്നെ നടത്തും. ആ വചനം ഒന്ന് മുറുക്കെ പിടിക്കുക. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും വചനത്തിലും ഒന്ന് ബലപ്പെടും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങളെ അടി തട്ടി വലിച്ചോണ്ട് പോകുന്ന, ഒഴുകിക്കൊണ്ട് പോകുന്ന ആത്മാവ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു, അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. പിന്നെ പത്രോസ് ലീഗായിനെ ആരും ഗലീലയിലെ കടവിൽ ചൂണ്ടയിടുന്നത് കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ ആ യെരുശലേമിലോ ശമരിയയിലോ യഹൂദിയയിലോ ഏതെങ്കിലും വലയുമായിട്ട് നിൽക്കുന്ന പത്രോസ് ലീഹായിനെ പിന്നെ നമുക്ക് കാണാൻ പറ്റുമോ? അപ്പോസ്തല പ്രവൃത്തി 2, 3, 4, 5, 6, 7, 8, 10 ഒക്കെ എടുത്തു നോക്കി. അവിടെ ഒരു സ്ഥലത്ത് പോലും പിന്നെ പത്രോസ് ലീഹ മീൻ പിടിക്കാൻ പോയെന്ന് എഴുതി വെച്ചിട്ടില്ല. പിന്നെ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവനും പത്രോസ് ലീഹ കൊട്ടാരത്തിൽ പോയി ശതാധിപന്മാരോട് സുവിശേഷം പറഞ്ഞു, മരിച്ച തബീതയുടെ വീട്ടിൽ പോയി അതിനെ ഉയർപ്പിച്ചു. രോഗികൾ ഇങ്ങനെ വരിവരിയായി കിടക്കുമ്പോൾ പറയാം, നിഴലെങ്കിലും തട്ടിയാൽ രോഗികൾ സൗഖ്യമാകേണ്ടതിന് മീൻപിടുത്തക്കാരനായ പത്രോസ് ലീഹായുടെ വരവും കാത്ത് ജനങ്ങൾ ഇങ്ങനെ കിടക്കുക. ഇപ്പൊ മനസ്സിലായോ എന്താ പത്രോസ് ലീഹ ഇതിന്റെ സീക്രട്ട് എന്തുവാ? നിന്നു കൊടുത്താൽ മതി, അടിയോടെ കൊണ്ടുപോകുന്ന ഒരു പരിശുദ്ധ ആത്മാവുണ്ട്. ഇതാ ക്രിസ്തീയ ജീവിതം. നമ്മൾ ഓർക്കുന്നത് നമ്മൾ എന്തൊക്കെയോ ചെയ്ത് ബലപ്പെട്ട് നിൽക്കുന്നതാണ് ക്രിസ്ത്യ. ചില പറയുന്നുണ്ട്, ഞാൻ ബ്രദറെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുക വിശ്വാസ ജീവിതത്തിൽ. പിടിച്ചു നിൽക്കുന്നവൻ അവിടെ നിൽക്കത്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു പരിധി വിട്ട് ഉയരാൻ പറ്റത്തില്ല. വിട്ടുകൊടുക്ക്. കർത്താവെ അങ്ങ് എന്നെ നടത്തും, എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് കർത്താവ് എന്നെ നടത്തുമെന്ന് പറ. ആമേൻ. എന്നാ വലിയ വിഷയം വന്നാലും, എന്നാ വലിയ പ്രശ്നം വന്നാലും, എന്നാ വലിയ പ്രതിസന്ധി വന്നാലും, ഇനി എന്റെ ഒരു ലാംഗ്വേജിൽ പറ, എന്റെ ഒരു ഭാഷയിൽ പറ, താല പോകുന്ന വിഷയം വന്നാലും, ഭയം വരും, പേടി വരും, ടെൻഷൻ വരും, ഭാരം വരും, വാ കൊണ്ട് ഉറക്കെ പറയണം, കർത്താവ് എന്നെ നടത്തും. ഇപ്പൊ മനസ്സിലായോ? ഇതെന്തോ ഇത്ര ഉറപ്പ് ബ്രദർ ഇങ്ങനെ പറയാൻ? പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ് ഈ ഉറപ്പ്. ഒഴുകിക്കൊണ്ട് പോകും. ഇനി പിശാച് എത്ര വലിയ തട കൊണ്ട് വെച്ചാലും, നമ്മൾ പറയത്തില്ല, ഇനി എത്ര വലിയ ബന്ധനം കൊണ്ടിട്ടാലും അടിയോടെ തകർത്ത് കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവ് എനിക്കുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതാ യേശു പറഞ്ഞു, ദാഹിക്കുന്നവർക്ക് ഇത് കാണാൻ പറ്റും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അകത്തൊരു ദാഹമുണ്ടോ രക്ഷപ്പെടണമെന്ന്? ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം സുബീഷ് എന്ന് പറയുന്ന ഒരു മകനുമായി ബന്ധപ്പെട്ട് കർത്താവ് വലിയൊരു ദൈവപ്രവൃത്തി ആ ഭവനത്തിൽ ചെയ്യാൻ പോകുന്നുണ്ട്. മരണം നീങ്ങി ജീവൻ ആ കുടുംബത്തിൽ വെളിപ്പെടുക. സുബീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവ് ആ കുടുംബത്തിന്റെ മേൽ വലിയ അനർത്ഥങ്ങളെ ഇറക്കി വിടുകയാണ്. ഇന്നത് കേൾക്കുമ്പം ഏറ്റെടുത്തുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ കുടുംബത്തിൽ ഇപ്പൊ പറഞ്ഞോണം, ഇല്ല ഈ കുടുംബത്തിൽ ഇനി അനർത്ഥം ഉണ്ടാകത്തില്ല, കണ്ണുനീരിന് ദൈവം മറുപടി നൽകാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളത് സീൽ ചെയ്യുന്ന കർത്താവേ, അങ്ങ് അത്ഭുത മന്ത്രി എന്ന് ഞങ്ങൾ അറിയുന്ന അപ്പ ആമേൻ. ഈ ദിവസങ്ങളിൽ വലിയ പ്രതീക്ഷ നിങ്ങളുടെ അകത്തോട്ട് കയറട്ടെ. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങളെ ഒരിക്കലും എല്ലാ ദിവസവും പ്രാർത്ഥന പറഞ്ഞ് ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, നാളെയും പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, നാളത്തെയും പറയും എനിക്ക് വേണ്ടി, ഞാനതുകൊണ്ടാണ് നിർത്തിയതാ പരിപാടി. ഒരു തവണ പറഞ്ഞു സ്വോത്രം, നമ്മളത് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. 2-ാം ദിവസവും പറഞ്ഞു ഓക്കെ നിർത്തി. 3-ാം തവണ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയും ഇനി പറയണ്ട. കാരണം എന്താ, നമ്മളിത് പറയും തോറും നമ്മൾ പിടിച്ചു നിൽക്കാൻ നോക്കുക. പിടി വിട്.
കർത്താവിന് ഞാൻ ആ വിഷയം കൊടുത്തു. ഇനി അടിയോട് അതിനെ തള്ളിക്കളയുന്ന ഒരു പരിശുദ്ധാത്മാവ് എനിക്കുണ്ട്. ഇവിടെ വചനം പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസ്ലീഹായിനെ പിന്നെ ആർക്കും ഗലീലയിലെ കടവിൽ കാണാൻ പറ്റിയില്ല. മനസ്സിലാകുന്നുണ്ടോ? ആത്മാവിൽ നിറഞ്ഞ പത്രോസ്ലീഹായിനെ പിന്നെ കണ്ടത് അങ്ങോട്ട് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി തന്നെ പിന്നെ ഒന്ന് വായിക്കണമെന്നേ. ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ കീർത്തനമല്ല, ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ വായിക്കേണ്ടത് അപ്പോസ്തല പ്രവൃത്തി. എങ്ങനെയായിരിക്കും പരിശുദ്ധാത്മാവ് നടത്തുന്നതെന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലവാ അപ്പോസ്തല പ്രവൃത്തി. പലതവണ വായിക്കണം. ഒരു വിശ്വാസി ബലപ്പെടണം. നമ്മൾ പലപ്പോഴും പല വിഷയത്തിന്റെ അകത്ത് ഇങ്ങനെ യേശുവേന്ന് വിളിച്ച് നിൽക്കുവല്ലേ, സ്റ്റക്കായിട്ട്. വായിക്കുക അപ്പോസ്തല പ്രവൃത്തി, നോക്കവിടെ. അപ്പോസ്തലന്മാരാരായിരുന്നു? നമ്മളെപ്പോലെ തന്നെ റേഷൻ കാർഡിൽ സാധാരണക്കാരനെ പോലെ തന്നെ ഒരു റേഷൻ കാർഡുമായിട്ട് നമ്മളെപ്പോലെ തന്നെ അരിയും മേടിച്ച് സാധാരണ ജീവിതം കഴിച്ച സാധാരണക്കാരാ. അവരുടെ ജീവിതം ഒന്നും ഒരു സ്പെഷ്യലായിട്ടുള്ള ലൈഫൊന്നും അല്ല. നിങ്ങൾ നോക്കിക്കേ, പത്രോസ്ലീഹായുടെ ജീവിതമൊന്നും ഒരു ദിവ്യ ഗർഭം ധരിച്ചുണ്ടായതാണോ? അല്ല. യോഹന്നാൻ സ്ലീഹ ഒരു ദിവ്യ ശിശു അല്ല. ആണോ? നിങ്ങൾ നോക്കിക്കേ, അവരെ പറ്റി മൊത്തം നോക്കിക്കേ. അവരുടെ ജനനത്തെ പറ്റി ബൈബിളിൽ ഒരു സ്ഥലത്ത് പോലും ഒരു സ്പെഷ്യൽ ചൈൽഡ് എന്നൊരു വാക്ക് അവിടെ ഇല്ല. അവരുടെ ഹിസ്റ്ററി പോലും ഇല്ല. കർത്താവിന്റെ ശിഷ്യന്മാരിൽ 1-2 പേരുടെ കുടുംബ ചരിത്രങ്ങളല്ലാതെ അത് വലുതായിട്ടൊന്നുമില്ല. പത്രോസ്ലീഹായുടെ ഭാര്യയുടെ പേര് ബൈബിളിലുണ്ടോ? അമ്മയുടെ പേര് ബൈബിളിലുണ്ടോ? അച്ഛന്റെ പേര് ബൈബിളിലുണ്ടോ? കുടുംബക്കാരുടെ പേര് വല്ലതും ഉണ്ടോ? ഇല്ല. അതിന്റെ കാരണം എന്നാ? അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കുഞ്ഞൊന്നും അല്ല. പിന്നെ എങ്ങനെ ഇവർക്ക് ഇത്രയും ശക്തി ലഭിച്ചത്? അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട്. ദാഹം വേണം. ഈ ദിവസങ്ങളിൽ ഒരു ആഗ്രഹത്തോട് കയറി എനിക്ക് രക്ഷപ്പെടണം. എൻ്റെ ബ്രദർ, എനിക്ക് ഇങ്ങനെയൊക്കെ നടന്നാൽ പോരാ, എനിക്ക് കർത്താവിൽ ഒരു സാക്ഷിയൊക്കെ ആകണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അടുക്കളയിലോ വീട്ടിൽ കിടന്നൊക്കെ ഇറങ്ങിയാലൊന്നും നടക്കത്തില്ല. കർത്താവിന്റെ വചനം കേട്ടൊന്ന് ബലപ്പെട്. കുറെ 100 ബ്രദർമാർക്ക് കുറെ പ്രാർത്ഥനാ വിഷയം അയച്ചു കൊടുത്താലൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ചിലപ്പോൾ മാറുമായിരിക്കും അവരുടെ പ്രാർത്ഥന കൊണ്ട്. പക്ഷേ എല്ലാ കാലവും ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കാൻ പറ്റുമോ? ബ്രദർമാരെല്ലാം തിരക്കാവും. ഞാൻ പറയുക, ഒരു സമയത്ത് എനിക്ക് എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും നോക്കി മറുപടി കൊടുക്കാനുള്ള സമയവും ഒക്കെ ഉണ്ടായിരുന്നു. 2-3 പേരൊക്കെ ആയ സമയത്ത്. ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല. ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളും അങ്ങനെയൊക്കെ ആയി തീരും. കാര്യം കർത്താവിൽ നിങ്ങൾ വളരും. നിൽക്കാൻ പോലും സമയമില്ലാതെ ദൈവം നിങ്ങളെ ഓടിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആദ്യ സമയത്ത് പത്രോസ്ലീഹാനെ ചെന്നാൽ നമുക്ക് യെരുശലേമിൽ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അവരെ തപ്പിയ പോലും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞത്, ദൈവം നമ്മളെ ഉയർത്തുവാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ പോലും അതിശയിക്കുന്ന രീതിയിൽ ഒഴുകുവാൻ തുടങ്ങും. നിങ്ങൾ നോക്കിക്കേ, വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന മനുഷ്യന് ടാറ്റ കൊടുക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അവൻ കൊണ്ടുപോകും കടലിലോട്ട്. ഒരു രക്ഷയില്ല. എത്ര സംവിധാനങ്ങളുണ്ടെങ്കിലും നമ്മൾ കണ്ടതല്ലേ കുറേ ദിവസങ്ങളിൽ ന്യൂസിലൊക്കെ. എത്ര സംവിധാനങ്ങളുണ്ടെങ്കിലും കുത്തി ഒഴുകി വരുന്ന വെള്ളത്തിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് നമ്മൾ ലൈവായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട മനുഷ്യരാ. ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാനും കണ്ടതാ വാർത്ത. ഇന്ത്യയിലെല്ലാം മിടുക്കന്മാരായ ഫോഴ്സുകാരും അവിടെ വന്നു. മിടുക്കന്മാരായ മുങ്ങൽ വിദഗ്ധർ വന്നു. നമ്മൾ വാർത്ത കണ്ടതല്ല, ഞാനൊന്നും എടുത്തു പറയുന്നില്ല. മുങ്ങൽ വിദഗ്ധന്മാർ വന്നിട്ട് പോലും നടന്നില്ല. കുത്തൊഴുക്ക അവർ പറയുന്നത്, കുത്തൊഴുക്ക. ഇത് ലോകത്തിൽ വെള്ളത്തിന്റെ ഒഴുക്കിന്റെ കാര്യം ഞാനീ പറഞ്ഞത്. പക്ഷെ പരിശുദ്ധാത്മാവ് ഒഴുകാൻ തുടങ്ങിയാലോ? തിരിച്ചറിഞ്ഞോണം. ഈ ദിവസങ്ങളിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ തലമുറകളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കിൻ്റെ മേലേക്ക് ഞാൻ കയറാൻ വേണ്ടി പോവാ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞാനിതിൻ്റെ അകത്ത് ഈ റോയി എന്നൊരു പേര് ഈ വ്യക്തിയെ കാണുന്നുണ്ട് കേട്ടോ. സൂമി കാണുന്നുണ്ട് ഞാൻ. ആ വ്യക്തിയെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, റോയിയുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവർത്തികളെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളായിരിക്കുന്ന ആ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് നാളുകളായിട്ടുണ്ടായിരുന്ന മടുപ്പിന്റെയും തടസ്സങ്ങളുടെയും അനുഭവത്തിൽ നിന്നും ദൈവം നിങ്ങളെ കരകയറ്റാൻ വേണ്ടി പോവാണ്. ഞാൻ കാണുന്ന ഒരു കാഴ്ച, പ്ലെയിനായി കിടക്കുന്ന ഒരു സ്ഥലം കർത്താവ് ചില അവകാശങ്ങളായി തരാൻ വേണ്ടി പോവാ. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതൊരു അനുഗ്രഹത്തിന്റെ സാക്ഷ്യമാണ്. ദേശത്ത് നിങ്ങളെ പച്ച പിടിപ്പിക്കുന്ന രീതിയിൽ കർത്താവിന്റെ പ്രവൃത്തി കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കാൻ വേണ്ടി പോവാ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാവും. എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മൾ ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. ആത്മാവിന്റെ ഒഴുക്കിലേക്ക് നിങ്ങൾ കയറാൻ പോവാ. നന്ദി കർത്താവ്. ഞാൻ ഈ സനൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് എന്നെ കാണുക. സനൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് സനലിന്റെ ഭാര്യ നിഷ എന്ന് പറയുന്ന, സനലിന്റെ ഭാര്യ നിഷ,
ശ്രദ്ധിച്ചോണം, ഇതാണ് അടയാളം. സനൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ നിഷ, ഈ രണ്ടുപേരുമായി ബന്ധപ്പെട്ട കുടുംബം, ലൈവിലായിക്കോട്ടെ ഈ സൂമിലായിക്കോട്ടെ, അവരുമായിട്ട് ബന്ധപ്പെട്ട് സനലുകൊണ്ട് സനലിന്റെ ഭാര്യ നിഷ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ അങ്ങ് അവരുടെ കുടുംബത്തിന്റെ മേൽ തൊടുന്നല്ലോ. അപ്പൊ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. രോഗികളായി ഭാരപ്പെടുന്നവർ ചാടിപ്പിടിച്ച് ഒഴുകട്ടെ, ആത്മാവ് നിങ്ങളുടെ മേലേക്കൊന്ന് ഒഴുകട്ടെ. രോഗത്തിന് നിങ്ങളെ ബന്ധിക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് തുടങ്ങിയാൽ പറയണം, പരിശുദ്ധാത്മാവേ അങ്ങ് ഒഴുകണമേ കർത്താവേ, എന്റെ രോഗത്തിന്റെ മേലേക്ക് അങ്ങയുടെ ശക്തി എന്റെ മേലൊന്ന് ഒഴുക്കണേ കർത്താവേ. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ എന്റെ മേലേക്ക് ആത്മാവിന്റെ ഒഴുക്ക്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആർക്കൊക്കെയോ അന്യഭാഷ വരങ്ങൾ തുറന്നു വരുക. ഈ സമയത്ത് ചാടി പിടിച്ചോണം, നാവിലേക്ക് ഇപ്പൊ അന്യഭാഷ വരം വരുക, അന്യഭാഷ ഇപ്പൊ തുറക്കുക. 2 വാക്കുകളെ വരുന്നുണ്ടെങ്കിൽ റിലീസ് ചെയ്ത് അഭിഷേകത്തിന്റെ ഒഴുക്കും കൂടി ഈ സംഭവത്തിൽ നടക്കുക. ചില കൃപാവരങ്ങൾ തുറക്കുകയാ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, യേശുവേ, യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞാൻ ഈ ചന്തു എന്ന് പറയുന്ന ഒരു മകൻ, അങ്ങനെ ഒരു വിളിപ്പേരാന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഞാൻ ചന്തു എന്ന ഒഫീഷ്യൽ ഒരു പേര് എനിക്കറിയത്തില്ല. ചന്തു എന്ന് പറയുന്ന ഒരു മകനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട്, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ വലിയൊരു സ്പർശനം ഉണ്ടാകുന്നതായിട്ട് കർത്താവിന് പറയുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവേ ആരാധന. ഞങ്ങൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഓരോരുത്തരും ഏറ്റെടുത്തേ. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവര് വെറുതെ നിൽക്കാതെ കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറ, ആത്മാവിന്റെ ഒഴുക്കിൽ ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ദാഹമുണ്ട്. എന്താ ദാഹം? രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള ദാഹം. ഓ 2 ദിവസം പ്രാർത്ഥിച്ചു പത്ര, ഇതൊന്നും മാറാൻ പോകുന്നില്ല. അവിടെ കിടന്നോ നിങ്ങൾ, അവിടെ കിടന്നു, ഒഴുകാൻ കഴിയത്തില്ല. നിങ്ങളെ സൈഡിലോട്ട് തട്ടിയിട്ടിട്ട് ആത്മാവ് ഒഴുകിപ്പോവും. ഇല്ല കർത്താവേ, പരിശുദ്ധാത്മാവ് എനിക്ക് ദാഹമുണ്ട്, എനിക്ക് സൗഖ്യമാകണം. തിമായുടെ മകനായ ബർത്തിമായോട് ചോദിച്ചു, നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കണ്ണാടി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി എങ്ങനെയെങ്കിലും തട്ടിമുട്ടി വീട്ടിൽ പോകാൻ പറഞ്ഞു, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ദാഹമുണ്ട് അവന്. ഈ ദിവസങ്ങളിൽ പറഞ്ഞ് എനിക്ക് സൗഖ്യമായേ പറ്റത്തുള്ളൂ, എനിക്ക് അത്ഭുതം നടന്നേ പറ്റത്തുള്ളൂ. ഒഴുകട്ടെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. കർത്താവിന്റെ വലിയ പ്രവൃത്തി നടക്കുന്നു. ആ കണ്ണാടിയൊക്കെ ഊരി മാറ്റിയിട്ട് കൈയെടുത്ത് വെച്ചേ, കണ്ണാടിയുടെ സഹായമില്ലാതെ ഈ ഇയർ ബാലൻസ് ഉള്ളവരുന്ന് കൈവച്ചേ. യേശു ലൈഫ് ലോങ്ങിൽ അതൊന്നും മാറാത്ത രോഗങ്ങളാ, കൈവെക്ക്. ഇപ്പൊ നിൽക്കുക. ആ രോഗശക്തിയോട് പറ, നിന്നെ ഞാൻ പിടിച്ചു കെട്ടാൻ വേണ്ടി പോവാ. എൻ്റെ അകത്ത് ഒഴുക്കുണ്ട്, പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിൽ പിശാചിനെ മുക്കി കൊല്ലുന്ന പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക്, പ്രശ്നങ്ങളെ തകർത്തു വാരിക്കളയുന്ന പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക്, തലമുറകളുടെ മേൽ ഓവർഫ്ലോ പോലെ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഞങ്ങളിത് വിശ്വസിക്കുന്നപ്പ ദൈവം അത്ഭുതത്തിന്റെ ദൈവം, ദൈവം അത്ഭുതത്തിന്റെ ദൈവം, ദൈവം അത്ഭുതത്തിന്റെ ദൈവം, ദൈവം അത്ഭുതത്തിന്റെ ദൈവം. അപ്പൊ ഞങ്ങളിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു, വലിയ പ്രവർത്തിക്കായി സ്തുതിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ നിമിഷം രോഗത്താൽ ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ചവിടെ ഏതെങ്കിലും പ്രശ്നത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി, ഈ ദിവസങ്ങളിൽ പരീക്ഷയുള്ളവർ അവരെല്ലാം ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുവരും. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നു ഈ സമയം, ഇത് കഴിഞ്ഞിട്ട് ബ്രദറെ എനിക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ശ്രദ്ധിച്ചു കേട്ട് നിങ്ങളോട് ഞാൻ എന്നോട് സ്പെഷ്യലായിട്ട് പറഞ്ഞതുകൊണ്ടല്ല, ഇന്ന് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. ഇത്രയും ആളുകൾ ഒരുമിച്ച് നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ഏതെന്തു വിഷയമായിക്കോട്ടെ ഏറ്റെടുത്ത് ബ്രദർ ഞാൻ യേശുവിന്റെ നാമത്തെ സ്വീകരിക്കുന്നു പറഞ്ഞോണം. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന വലിയ സാക്ഷ്യത തുറന്നു വിടുന്നപ്പാ, വലിയ സാക്ഷ്യത തുറന്നു വിടുന്നപ്പാ. ആ ഞരമ്പുകളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കർത്താവിന്റെ നാമത്തിൽ 1-ലധികം ആളുകളെ കർത്താവ് സൗഖ്യമാക്കുക. ഞരമ്പുകളുമായി ബന്ധപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. ദൈവപ്രവർത്തിക്കായിട്ട് ഞങ്ങൾ വേർതിരിക്കുന്ന കർത്താവേ, അങ്ങ് അവരെ തൊടുന്നല്ലോ, അങ്ങ് അവരെ അത്ഭുതം ചെയ്യുന്നല്ലോ, അങ്ങ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നല്ലോ. യേശുവേ ആരാധന, യേശുവേ ആരാധന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് ഒഴുകണം, ദാഹം വേണം. ഞാൻ എൻ്റെ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് എനിക്ക് കിട്ടിയ നല്ല കൂട്ടുകാരുണ്ടായിരുന്നു. അവരുടെ അടുക്കെ പോയി നിൽക്കുമ്പം എനിക്ക് നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല. കാരണം അവർ വാ തുറന്നാൽ വലിയ കാര്യം പറയത്തുള്ളൂ. ഇനി മരിക്കാൻ കിടക്കുന്ന അമ്മച്ചിയുടെ തലയ്ക്ക് വെച്ചിട്ടാണെങ്കിൽ എൻ്റെ കൂടെയുള്ള സഹോദരന്മാർ ഈ ലോക രാജ്യങ്ങളിൽ പോകുമെന്ന് പറയും. എനിക്ക് ആദ്യം ഓർത്ത് ഇവരെന്തോ ഈ പറയുന്നത്, മരിക്കാൻ കിടക്കുന്ന അമ്മച്ചിയുടെ തലയ്ക്ക് വെച്ചിട്ട് കാര്യം അവർക്ക് മനസ്സിലായി. ബൈബിളിലെ വിളി അതാ, ഇട്ടാവട്ടത്ത് കിടന്ന വട്ടം കറങ്ങാനുള്ളതല്ല എൻ്റെ വിളി. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി പിടിച്ചോണം. ഞാൻ വീണ്ടും പറഞ്ഞ അറേബ്യരുടെ, മേദ്യരുടെ, മെസ്സപ്പൊട്ടോമിയരുടെ ഭാഷ കാണാപ്പാടം പഠിച്ച് ട്യൂഷൻ ക്ലാസ്സിൽ പോയി പഠിച്ച പത്രോസ് ലീഹായിനെ അല്ല അവിടെ പ്രസന്റ് ചെയ്യുന്നത്. പഠിപ്പില്ലാത്ത ഇവരെങ്ങനെയാണ് ഈ പഠിപ്പുള്ളവനോടൊക്കെ പോയിട്ട് പ്രവചിക്കുന്നത്? ഇപ്പൊ മനസ്സിലായോ? പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന ആത്മാവാ, പഠിപ്പിച്ചു തരുന്ന ആത്മാവാ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ആ ഒഴുക്കിന്റെ അകത്താണ് നിൽക്കേണ്ടത്.
അതുകൊണ്ട് അവർ ആവശ്യമില്ലാത്ത ഒന്നും തലയ്ക്കകത്തോട്ട് കയറ്റരുതേ. ഈ ദിവസങ്ങളിൽ മസില് പിടിക്കരുതേ. ആത്മാവിന്റെ മുമ്പിൽ പോയി ബലം പിടിക്കരുത്. കർത്താവെ, ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ് കർത്താവെ, ഞാൻ ഒന്നുമല്ല കർത്താവെ, അങ്ങയുടെ കൃപയാണപ്പാ, ഞാൻ ഉയരും. എനിക്കറിയത്തില്ല എനിക്ക് എന്തൊക്കെ കുറവുണ്ട്, ഞാൻ തപ്പാൻ പോണില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു 200 പേരുടെ ബുക്ക് എടുത്ത് തന്നു കഴിഞ്ഞാൽ എന്റെ കുറവുകൾ എഴുതാൻ നിങ്ങൾക്ക് ഒരു 200 പേരുടെ ബുക്ക് കൂടെ വേണ്ടി വരുമായിരിക്കും അല്ലേ? എന്നെ പറ്റിയുള്ള കുറവുകൾ, എന്റെ കുറ്റങ്ങൾ, എന്റെ ബലഹീനത എഴുതാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് 200 പേജിന്റെ ബുക്ക് പോരാ. പക്ഷെ പരിശുദ്ധാത്മാവ് അത് കീറിക്കളഞ്ഞിട്ട് പറയും, ഞാൻ നിന്നെ ഒഴുക്കാൻ പോവാ, തയ്യാറാണോ? കീഴ്പ്പെടണം. ഈ ദിവസങ്ങളിൽ അന്യഭാഷാ വരം തുറന്നിരിക്കുക. ഞാൻ പുതുഭാഷാ വരം എനിക്കറിയാം നിങ്ങളുടെ മേൽ തുറന്നിരിക്കുക. പുതിയ അന്യഭാഷാ വരങ്ങൾ തുറക്കുക, പ്രാർത്ഥിച്ച് അതങ്ങ് തുടർന്നേ. ഒരു ഭയവും വേണ്ട, ഒരു മടിയും വേണ്ട, റിലീസ് ചെയ്യുക, എന്നിട്ടങ്ങ് ഒഴുകുക. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എന്നോട് കർത്താവിനോട് പറയുന്നു, കുഞ്ഞുമോൾ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവ് ആ കുടുംബത്തിൽ ദൈവാത്മാവ് സ്പർശിക്കുന്ന ഒരു കാഴ്ച. കുഞ്ഞുമോളുടെ മോളെ കർത്താവ് തൊടുന്നു. കുഞ്ഞുമോളുടെ മോൾക്ക് 28 വയസ്സുള്ള ആ മോളെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നു. ആ മോളുമായി ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുന്നു, നീ കരയണ്ട, മോളുടെ കാര്യം ഓർത്ത് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക. കർത്താവ് കുഞ്ഞുമോളുടെ 28 വയസ്സുള്ള മോളെ ദൈവം സാക്ഷ്യമാക്കി മാറ്റും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. നാളത്തെ കഴിഞ്ഞ് മുതൽ നമുക്ക് 2 ദിവസം കഴിയുന്നതിന് മുതൽ നമ്മുടെ ഇതിന്റെ എണ്ണം കൂട്ടുവാണ് നമ്മൾ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയുണ്ട്. ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥന കൈക്കൊള്ളുന്ന, ഞാനിത് ലൈവിൽ കാണുന്നത്, നിങ്ങൾ ഷെയർ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം, ആളിലേക്ക് ഈ വചനം എത്തിക്കണം. എന്തുകൊണ്ടെന്നാൽ ഈ ദിവസങ്ങളിൽ ഉറപ്പിച്ചു പറയുന്നത്, നിങ്ങളുടെ തകർന്ന അവസ്ഥകളെ തമ്പുരാൻ മാറ്റിമറിക്കും. കൂട്ടായ്മ ആചരിക്കുക, കർത്താവ് നിങ്ങളെ ഉയർത്തും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങളോ ദൈവിക ആലോചന ഇടപെട്ടവരോ ഉണ്ടെങ്കിൽ പറയാം. ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ സാക്ഷ്യമോ ആലോചന ഇടപെട്ടവരോ ഉണ്ടെങ്കിൽ പറയാം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, പ്രാർത്ഥനാ വിഷയം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അതിൻ്റെ അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുക. ആമേൻ പറഞ്ഞത് ഏറ്റെടുത്ത നിമിഷം മുതൽ നിങ്ങളുടെ മേൽ അത് സംഭവിച്ചു കഴിഞ്ഞു. കാത്തിരിക്കുക, അത് തുറന്നു വന്നിരിക്കുന്നു. ഈ സമയത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ചുരുക്കം വാക്കിലേ പറയാനുള്ളൂ, ചുമ്മാ പറഞ്ഞു പോകരുതുള്ളവർ. ഒറ്റ വാക്കിൽ ആ കാര്യങ്ങളെ പറയാൻ ശ്രമിക്കുക. ഉണ്ടെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ നാം വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാൻ വേണ്ടി പോകണം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. അന്യഭാഷ വരം പറഞ്ഞല്ലോ കർത്താവേ. അന്യഭാഷ കർത്താവേ, കൂടുതൽ പറയാൻ കർത്താവേ എനിക്ക് വരുന്നുണ്ട് ബ്രദറെ. അന്യഭാഷാവരം തീർച്ചയായിട്ടും സിസ്റ്റർ, അത് പറഞ്ഞു സിസ്റ്റർ. വലിയൊരു ഒഴുക്ക് സിസ്റ്റർമേലേക്ക് വന്നിട്ടുണ്ട്. അത് പറഞ്ഞങ്ങ് ഒഴുകുക, ആത്മാവിൽ അങ്ങ് ഒഴുകിപ്പോവുക, നിറയുക. കേട്ടോ? ഗോഡ് ബ്ലെസ് സിസ്റ്റർ. എന്തോ ഇപ്പം കുഞ്ഞുമോളുടെ മകളെ കാര്യം പറഞ്ഞില്ലേ ബ്രദറെ? അതെ, അതാരാ? അതെന്റെ മോളുടെ കാര്യമായിരുന്നു. സിസ്റ്റർ ഏറ്റെടുത്തു. 28 വയസ്സ് ഏറ്റെടുത്തു സിസ്റ്റർ. ഇനി കരയണ്ട കേട്ടോ. ഇനി മോളെ ഓർത്ത് ഭാരപ്പെടണ്ട. സന്തോഷം ബ്രദറെ, ഏറ്റെടുത്തു. ഇനി മോളെ ഓർത്ത് ഭാരപ്പെടേണ്ട. കർത്താവ് കൂടെയുണ്ട് കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് സിസ്റ്റർ. എന്തോ ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖം എന്ന് പറഞ്ഞാൽ എനിക്കും എന്റെ മക്കൾക്കും ഞരമ്പ് സംബന്ധമായ അസുഖമുണ്ട്. അത് രാവിലെ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്രദറിൽ കൂടെ ദൈവാത്മാവ് പ്രവർത്തിച്ച് ഞാൻ യേശു നാമത്തിൽ നന്ദി പറയുന്നു. ബ്രദറിൽ കൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതിന് 1000 നന്ദി. ഏറ്റവും നന്ദി. കർത്താവിന്റെ കൃപയിൽ അത് ചെക്ക് ചെയ്തോണം. അത് സൗഖ്യമായിരിക്കുന്നു, അത് അത്ഭുതമായിരിക്കുന്നു. കാര്യം കർത്താവ് ഇടപെട്ടതാണ്. പൂർണ്ണ സൗഖ്യമായിരിക്കുന്നു കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ചെക്ക് ചെയ്തോണം കേട്ടോ. എന്താണോ ബുദ്ധിമുട്ട്, എന്താണോ ചെയ്യാൻ കഴിയാത്തത്, അത് ചെയ്ത് നോക്കിക്കോണം. കർത്താവ് തൊട്ടിരിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. പറഞ്ഞു. ആദ്യമേ റോസമ്മയെന്ന് പറഞ്ഞൊരു വിളിപ്പേരുള്ള ആളെന്ന് പറഞ്ഞു. പിന്നെ ബാക്കി അങ്ങോട്ട് കേൾക്കാൻ പറ്റിയില്ല. എന്റെ പേര് വിളിപ്പേര് റോസമ്മ എന്നാണ്. ഏറ്റെടുത്ത സൗകര്യം ഞാൻ തുടക്കത്തിൽ അത് ഒന്നുകൂടെ നമ്മൾ യൂട്യൂബിൽ കേട്ടാൽ മതി. കാരണം ഞാനത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിന് ശേഷം നമ്മുടെ യൂട്യൂബിലേക്ക് ഈ പ്രാർത്ഥന വരും കേട്ടോ. അതെന്താണോ കർത്താവ് ഇടപെട്ടത് അത് കേട്ടോ കേട്ടോ. എന്നിട്ട് അത് ഏറ്റെടുത്തോണം കേട്ടോ. കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. പറഞ്ഞു ബ്രദർ, എനിക്ക് വർഷങ്ങളായിട്ട് എന്റെ ഇടത്തെ കണ്ണിന്റെ ഈ സൈഡിലൊരു ചെറിയൊരു അരുമ്പാറ പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു ബ്രദറെ.
അത് എന്ത് ചെയ്തിട്ട് മാറത്തില്ല, അതിങ്ങനെ വലുതായി വലുതായി വരുമായിരുന്നു. അപ്പൊ ഇന്നലെ ചെറുതായിട്ട് ഒരു വേദനയുണ്ട്, വർഷങ്ങളായിട്ടുള്ളത്, അങ്ങനെ വലുതായി വരുവാ ബ്രദറെ. അപ്പൊ ഞാൻ ഇന്നലെ ഇങ്ങനെ ഇരുന്നപ്പോ എനിക്ക് എന്നോട് പരിശുദ്ധാത്മാവ് നീ അത് കൈ വെച്ചിട്ട് പറ, യേശുവിന്റെ തിരുമുറിവിനാൽ അത് സൗഖ്യമാകുന്നു, അത് അവിടുന്ന് വറ്റിപ്പോട്ടെ എന്നിങ്ങനെ പറയാൻ പറഞ്ഞു ബ്രദറെ. ബ്രദറെ ഇപ്പൊ അതെന്റെ കണ്ടില്ല ബ്രദറെ. സ്തോത്രം. ആമേൻ ആമേൻ. എത്ര വർഷമായിട്ടുള്ള സിസ്റ്റർ ഇത്? അത് വർഷങ്ങൾ എന്റെ ചെറുതിലേ ഉണ്ട് ബ്രദറെ. ഓ സിസ്റ്റർക്ക് എത്ര വയസ്സായി? എത്ര വയസ്സായി സിസ്റ്റർക്ക്? എനിക്കിപ്പോ 40 വയസ്സായി ബ്രദറെ. അപ്പൊ ഇത് എത്ര വയസ്സ് മുതൽ സിസ്റ്റർക്ക് ഇത് കാണാൻ പറ്റുമായിരുന്നു? ഇപ്പൊ ഞാനൊരു 10 വർഷം കൊണ്ട് ഇത് കാണുന്നു ബ്രദറെ. 10 വർഷം കൊണ്ട് കാണുന്നു. ചെറുപ്പം മുതലേ ഉള്ളത് ഇത്? ചെറുതായിട്ട് ഇങ്ങനെ ഉള്ളായിരുന്നു ബ്രദറെ. ഇപ്പൊ അത് വലുതായി വലുതായി ഇങ്ങനെ വരുമ്പം അത് കണ്ണിനായിട്ട് ഒരു പ്രശ്നം ഇങ്ങനെ തോന്നുമായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഇന്നലെ ഇങ്ങനെ കൈ വെച്ചോണ്ടിരുന്നപ്പോ എനിക്ക് പരിശുദ്ധാത്മാവ് നീ അത് കൈ വെച്ചിട്ട് പ്രാർത്ഥിയിര്. അപ്പൊ എനിക്കൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു ബ്രദറെ. അപ്പൊ എന്നോട് നീ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിയിര്, ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ബ്രദറെ. ഞാൻ അവിടെ നിന്ന് അങ്ങനെ കൈവച്ച് പ്രാർത്ഥന ചൊക്കിപ്പോയി ബ്രദറെ. സ്തോത്രം. അത്ഭുതം ബ്രദറെ. ആമേൻ. നിങ്ങൾ വലിയ സാക്ഷി കേട്ടോ. ഇഷ്ടം പറഞ്ഞ ചെറുപ്പനാളിലെ ഉണ്ടായിരുന്നു, പക്ഷെ 10 വർഷമായിട്ട് അത് വലുതായിക്കൊണ്ടിരുന്നു. ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ കൈ വെച്ചങ്ങ് പ്രാർത്ഥിച്ചു, കർത്താവിന്റെ തിരുമുറിവിൽ സൗഖ്യമാകട്ടെ. ഓർത്തോണം 10 വർഷമായിട്ട് അത് വലുതായിക്കൊണ്ടിരുന്നു. വേദന ഉണ്ടായിരുന്നു. ചിലപ്പോൾ അത് വലിയ രോഗമായി മാറിയേക്കാം. നമുക്കറിയാം കണ്ണിനാണ് പ്രശ്നം. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ 10 വർഷമായിട്ടുണ്ടായിരുന്നു, അത് ചുങ്ങിപ്പോയി. ഇപ്പൊ വേദനയില്ല, ഒരു കുഴപ്പമില്ല, പൂർണ്ണ സൗഖ്യമായിരിക്കുന്നത്. കർത്താവെ നന്ദി. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ഇത് ഒഴുക്കാണ്, രോഗത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. യേശുവിൽ വിശ്വസിക്കുന്നവർ ഉള്ളിൽ നിന്നും ഇത് ഒഴുകും. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പറഞ്ഞു 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 പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ആക്സിഡന്റ് പാലക്കാട്ട് വെച്ചുണ്ടാക്കി ഒരാൾ മരണപ്പെട്ടെന്ന് പറയുന്നത് എന്റെ വണ്ടിയുടെ മുന്നേ ചാടി. അത് അതിന്റെ പേപ്പേഴ്സ് ഒന്നും പിന്നെ പോലീസ് സ്റ്റേഷനിൽ വണ്ടി ഒന്നും റിലീസ് ആകാതിരിക്കുമായിരുന്നു. ഇന്ന് വിളിച്ചു പറഞ്ഞു മൺഡേ മോർണിംഗിന് ചെന്ന് വണ്ടി റിലീസ് ആക്കി കൊണ്ടുപോയിക്കോളാൻ. പിന്നെ എന്റെ ലൈസൻസിന് ഒരു കുഴപ്പവും വരാതിരിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അന്ന് പ്രാർത്ഥിച്ചായിരുന്നു, കഴിഞ്ഞ ആഴ്ചയില് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രവർത്തിച്ചു. ഇതെല്ലാം ഇന്ന് ഇടയ്ക്ക് ഞാൻ ഒന്ന് പോയായിരുന്നു. ഇന്ന് വിളിച്ചു പറഞ്ഞു വണ്ടി വന്ന് മൺഡേ വന്ന് എടുത്തോണ്ട് പോയിക്കോളാം. തീർച്ചയായിട്ടും പത്ര ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് അതിന് മുന്നോട്ട് ഒന്നും നമുക്ക് ദോഷമായിട്ട് വരത്തില്ല. ലൈസൻസ് സസ്പെൻഡ് ആകാതിരിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കും. തീർച്ചയായിട്ടും നമ്മളിത് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ടിരുന്നു. അത് അനർത്ഥമായിട്ട് വരത്തില്ല. കർത്താവ് നമുക്കത് ദൈവം ഒരു സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു ബ്രദർ. ധൈര്യമായിട്ടിരിക്കുക. എന്തോ പറഞ്ഞു? എന്റെ പേര് സ്മിത എന്നാണ്. ഞാൻ ബ്യൂട്ടീഷ്യനാണ്. അപ്പോഴ് എന്റെ ഷോപ്പില് ഒരു 3-4 ദിവസം മുമ്പേ ഒരു മോള് വന്നായിരുന്നു. ചേച്ചി ഈ മാസം ഓഗസ്റ്റ് 30 അവളുടെ കല്യാണമാണ്, അപ്പോഴും ഞാൻ വേണം അവളെ ഒരുക്കാനെന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പോഴാ മോള് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു മോളാണ്. അപ്പോഴെന്നോട് പറഞ്ഞ് കല്യാണം ഉറച്ചെങ്കിലും എനിക്കൊരു സന്തോഷമില്ല. ഞാൻ എന്ത് പറ്റി മോളെ? അപ്പോഴും അച്ഛനും അമ്മയ്ക്ക് ഒരേ ഒരു മോളെ ഇവിടെ, അച്ഛൻ സ്ട്രോക്ക് വന്ന് ഒരു ദിവസം തളർന്ന് കിടക്കുക. അപ്പോഴും കല്യാണം കഴിച്ചയക്കുന്ന ആ പയ്യന്റെ വീട്ടില്, ആ ഗൾഫിലെ പയ്യൻ, അവരെ അമ്മയാ എല്ലാം ആക്റ്റീവായിട്ട് നിൽക്കുന്ന, അച്ഛൻ വന്ന പാവമായിട്ടിരിക്കത്തേ ഉള്ളൂ. എനിക്കങ്ങ് ഭയങ്കര ഭയമുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ്. തന്നെ ഈ കൊച്ചിന് BP കൂടിക്കൊണ്ടേ ഇരിക്കുക. അപ്പോഴും ഞാൻ പറഞ്ഞു മോളെ, ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയാം, കർത്താവേ ഈ കുഞ്ഞിനെ ഭൂമിയിലേക്ക് നീ സൃഷ്ടിച്ചപ്പോൾ ആരെയാണോ ഇവർക്ക് ജീവിത പങ്കാളിയായിട്ടോ ദൈവം വിധിച്ചേക്കുന്നത് ആ വ്യക്തി മാത്രമേ ഇവരുടെ കഴുത്തിൽ നിന്നെ കേട്ടോ. അവനെ പ്രാർത്ഥിച്ചു ഞാൻ അവൾക്ക് വേണ്ടിയിട്ട്. പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു മോളെ ഞാൻ പ്രാർത്ഥിച്ചോളാം, മോള് പൊയ്ക്കോളാൻ പറഞ്ഞു. അന്നേരം ഇവിടെ പറഞ്ഞു ചേച്ചി എല്ലായിടത്തും കല്യാണം പറഞ്ഞു കഴിഞ്ഞു, ഇനി ഒരു 10-12 പേരെടുത്ത് മാത്രമേ ഉള്ളൂ കല്യാണം പറയാൻ, ബാക്കി ഫുഡിന്റെ കാര്യം എല്ലാം അറേഞ്ച്മെന്റ് ചെയ്ത്. അങ്ങനെ ഞാൻ പറഞ്ഞു മോളെ ദൈവം അത്ഭുതം ചെയ്യും, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രാർത്ഥന ഇന്ന് രാവിലെ അവൾ എനിക്ക് മെസ്സേജ് ഇട്ട്, ചേച്ചി ആ കല്യാണം വേണ്ടെന്ന് വെച്ചെന്ന് പറഞ്ഞു എനിക്ക് മെസ്സേജ് വന്ന്. ബ്രദറെ എല്ലാ മഹത്വന്റെ യേശുവിന്. തീർച്ചയായിട്ടും കർത്താവ് അതിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുക. തീർച്ചയായിട്ടും ദൈവമായിട്ട് അനേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അനേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് കൊടുത്ത ധൈര്യത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ കേട്ടോ. പറഞ്ഞു ബ്രദറെ. എന്റെ ഹസ്ബൻഡ് ദുബായില് ഒരു മുറിയിൽ ഇങ്ങനെ താമസിച്ചത് പനി വന്ന്, ഭയങ്കര പനി വന്നിട്ട് പിന്നെ എഴുന്നേക്കാൻ പോലും പറ്റാതെ ഭയങ്കര പനി വന്ന്, അന്നേരം നെഞ്ചുവേദനയും കൂടി വന്ന്, എന്നിട്ട് ഡോക്ടറൊക്കെ പോകാനും പറ്റുന്നില്ല, ചെപ്പിറങ്ങാനും പറ്റുന്നില്ല, താഴോട്ട് പോയി മരുന്ന് മേടിക്കണം അതിനും പറ്റുന്നില്ല. അന്നേരം ഡ്രസ്സ് അടുത്തിരിപ്പുണ്ട്, അത് എടുത്തൊന്നും ഇടാൻ പറ്റുന്നില്ല ബ്രദറെ. അന്നേരം എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് നെഞ്ചുവേദന. ഞങ്ങൾ ഇവിടെ ഞാനും എന്റെ മകളും മാത്രമേ ഉള്ളായിരുന്നു നാട്ടിൽ. ഞങ്ങൾ ഒരുമനപ്പെട്ട് യേശുവിന്റെ തിരുമുറിവിനാൽ
എന്റെ ഹസ്ബൻഡിന് സൗഖ്യം വന്നിരിക്കുന്നെന്ന് പ്രാർത്ഥിച്ച്. അപ്പൊ ഉടനെ തന്നെ എന്റെ ഹസ്ബൻഡിനെ അവിടെ ഇങ്ങനെ ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ലായിരുന്നു. ഉടനെ ആരാന്നറിയാൻ മേലെന്ന് പാന്റ് വലിച്ചു കയറ്റുന്നു, ഷർട്ട് ഇട്ട് കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ സ്റ്റെപ്പ് ഇറങ്ങി ഓടിപ്പോയി വണ്ടി പിടിക്കുന്നു. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി. ആരാന്നറിയത്തില്ല, ഭയങ്കര ഒരു അദൃശ്യ ശക്തി. എന്നിട്ട് നോക്കിയപ്പം ചുറ്റിനും പിന്നെ നേഴ്സുമാരും ഡോക്ടറും വന്ന് പെട്ടെന്ന് തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനായിട്ട് ബ്ലോക്ക് 99% 1% കുറവുള്ള പറയുക. കിടന്നുറങ്ങിയിരുന്നെങ്കിൽ സൈലന്റ് അറ്റാക്ക് ആയിട്ട് പോയേനോ എന്ന് എല്ലാവരും പറഞ്ഞ് അങ്ങനെ വിലാപത്തെ നൃത്തമാക്കിയ ദൈവത്തിന് കോടാനുകൂടി നന്ദി. ബ്രദറിന് നന്ദി. എന്റെ ദൈവമേ, എന്തോരം ദൈവം ഞങ്ങൾ രക്ഷിച്ച് ഓർക്കുമ്പോ ഭയങ്കര അത്ഭുതമാ, ദൈവത്തിന്റെ അത്ഭുതം. തീർച്ചയായിട്ടും സിസ്റ്റർ, ഇന്ന് സിസ്റ്റർ പറഞ്ഞുകൊണ്ട് തന്നെ വിലാപത്തിന്റെ ദുഃഖത്തിന്റെ ഭവനമാകേണ്ട സ്ഥാനത്ത് കർത്താവ് ഇന്നവരെ പ്രാർത്ഥിക്കുവാൻ കൃപ കൊടുത്തു. മറ്റൊരാൾ മുഖാന്തരമാണെങ്കിലും ഇന്ന് പറഞ്ഞതുപോലെ തന്നെ വിലാപത്തെ നൃത്തമാക്കി മാറ്റിയ ദൈവം അനർത്ഥം ഭവനമാകേണ്ട സ്ഥാനത്ത് ഇന്ന് സാക്ഷ്യം പറയുവാൻ, ജീവനോടിരിക്കുന്ന സാക്ഷ്യം പറയുവാൻ കർത്താവ് ഒരുക്കിയതിന് നന്ദി പറയുന്ന യേശുവെ മഹത്വം എല്ലാം കർത്താവ് അങ്ങേക്കുള്ളത് ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് സമൃദ്ധമായിട്ട് നടത്തട്ടെ കേട്ടോ. എന്തോ ബ്രദറെ, എന്റെ ഹസ്ബൻഡിന്റെ പേരാണ് ചന്തു. ചന്തു എന്ന് വിളിപ്പോരുള്ള ഒരു മകനെ തൊടുന്നു എന്ന് ബ്രദർ പറഞ്ഞായിരുന്നു. അതെന്റെ ഹസ്ബൻഡിനെ ആണ് വിളിക്കുന്നത് ചന്തു എന്ന്. തീർച്ചയായിട്ടും സിസ്റ്റർ ഏറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ അനർത്ഥം വിട്ടൊഴിഞ്ഞ് വലിയ ദൈവത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ ഉണ്ടാകാൻ വേണ്ടി പോവാണ്. ഏറ്റെടുത്തോണം. ഈ ദിവസങ്ങളിൽ കണ്ടോണം, കർത്താവിന്റെ പ്രവൃത്തികൾ കാണാൻ വേണ്ടി പോവുക കേട്ടോ. കാത്തിരുന്നോണം, പ്രതീക്ഷയോടെ ഇരുന്നോണം, പ്രാർത്ഥനയോടെ ഇരുന്നോണം. ദൈവം തുറന്നാൽ അത് സാക്ഷ്യമാ കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ഞാൻ കുറച്ചു നാളായതേ ഉള്ളൂ ഈ പ്രയറിൽ കയറിയിട്ട്. എനിക്കാണെങ്കിൽ ചെവിക്കൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഞാൻ ഈ പ്രാർത്ഥനയിലൊക്കെ കയറിയതിനു ശേഷം ഞാൻ എന്റെ കൈ ഇങ്ങനെ ചെവിക്കെന്ന് പറഞ്ഞാൽ ചെറിയൊരു ചൊറിച്ചിലും ചെറിയൊരു ദ്വാരമൊക്കെ വന്നായിരുന്നു. അതിന്റെയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു. പിന്നെ അതിന് ഇങ്ങനെ അസ്വസ്ഥത വന്നിട്ടുണ്ടായി. അപ്പൊ ഞാൻ കൈ വെച്ച് ബ്രദർ പറഞ്ഞ കണക്ക് കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോൾ അത് പരിപൂർണമായി സൗഖ്യമായി. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അതേപോലെ എനിക്ക് ഈ കഴിഞ്ഞ ആഴ്ചയിൽ 2 ദിവസങ്ങളിൽ അടുത്തടുത്ത് തുടർച്ചയായിട്ട് എനിക്ക് അപകടം ഉണ്ടായി. ഒന്നെന്ന് പറഞ്ഞാല് കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുക്കർ പൊട്ടി അതിന്റെ മേളിലത്തെ വിസിലൊക്കെ തെറിച്ചു. എന്റെ കയ്യിൽ അല്പം കൊള്ളുവാനൊക്കെ ഇടയായി. എന്നാൽ വലിയൊരു ആപത്ത് വരേണ്ടുന്ന സ്ഥാനത്ത് അവിടുത്തെ ദൈവം എന്നെ സൂക്ഷിച്ചു. അതേപോലെ കഴിഞ്ഞ ദിവസം ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ടൊരു വാഹനം എൻ്റെ എതിരെ വരികയും പെട്ടെന്ന് ഞാൻ ബ്രേക്ക് ചെയ്തപ്പോൾ 2 വീലർ ആയിരുന്നു. അതിനകത്തുനിന്ന് വീണ് എൻ്റെ കാലൊക്കെ മുറിയാനൊക്കെ ഇടയായി. വലിയ മരുന്നൊക്കെ വെച്ചു. എന്നാൽ വലിയ ഒരു ആപത്താണ്. എൻ്റെ തല ചെന്ന് മതിലിടിച്ച് ഒക്കെ പോകേണ്ടതായിരുന്നു. അവിടെ ദൈവം വലിയ ആ അനർത്ഥത്തെ എല്ലാം മാറ്റി എന്നെ സൂക്ഷിച്ചു. അത്ഭുതമാണ്. ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ ഓർത്തും പാട്ടൊക്കെ പാടിയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോയത്. എന്നാൽ അത്ഭുതമായി ദൈവം എന്നെ അവിടെ വിടുവിക്കാനിടയായി. വലിയൊരു ആപത്ത് വരേണ്ടുന്ന സ്ഥാനത്ത് കർത്താവ് തുടർന്നുള്ള അടുത്ത 2 ദിവസങ്ങളിലും എന്നെ സൂക്ഷിച്ചതിന് ഞാൻ എന്റെ ദൈവത്തിന് നന്ദി പറയുകയാണ്. തീർച്ചയായും. എത്ര നാൾ ചെവിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ചെവിക്ക് ഇപ്പം ചെറുതിലേ തൊട്ടേ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് +2 പഠിച്ചപ്പോഴത്തേക്ക് മാറിയതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ അടുത്ത സമയത്താണ് ഇങ്ങനെ ബഡ്സ് ഇട്ട് ഇങ്ങനെ അതിനകത്ത് ദ്വാരമായി എന്ന് പറഞ്ഞത്. അതൊക്കെ ട്രീറ്റ് ചെയ്തെങ്കിലും പിന്നെയും ഇതേണക്ക് ഞാൻ ഡോക്ടറിന്റെ അടുത്ത് 2-3 പ്രാവശ്യം പോകാനായിട്ട് ഒരുങ്ങിയെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ഡോക്ടറെ കാണാനേ പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇതാണ് കരം വെച്ച് ഈ പ്രാർത്ഥനയിൽ കയറാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കരം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അസ്വസ്ഥത മാറി. ആമേൻ. തീർച്ചയായിട്ടും അത് വലിയൊരു സാക്ഷ്യം തന്നെ പറഞ്ഞ പോലെ കർത്താവ് അനർത്ഥത്തെ മാറ്റിവിട്ടു. അത് മാത്രമല്ല കുഞ്ഞുനാളിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് പിന്നീട് വലിയൊരു ധാരമായിട്ട് മാറി. ഡോക്ടറെ ട്രീറ്റ്മെന്റ് ചെയ്തു. പിന്നെ ഡോക്ടറെ കാണാൻ പറ്റിയില്ല. അപ്പോഴാണ് പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങിയത്. അങ്ങനെ എന്ത് ചെയ്തു? കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് പൂർണ്ണമായും സൗഖ്യം. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, ദാഹം അകത്തോട്ട് കയറട്ടെ. നമ്മുടെ അകത്തേക്ക് ഒരു സൗഖ്യത്തിൻ്റെയും അത്ഭുതത്തിൻ്റെ ഒരു ദാഹം ഉണ്ടാകണം. കൈവച്ചോണം. ഞാൻ പറഞ്ഞില്ല, ആരും കൈവെക്കാൻ വേണ്ടി കാത്തിരിക്കില്ല പ്രിയസ്റ്റർ. ഈ വചനമെല്ലാം കേട്ടിട്ട് അതിലങ്ങ് ബലപ്പെട്ടു.
അതുകൊണ്ട് എന്ത് ചെയ്തു? കൈവച്ചു, പ്രാർത്ഥിച്ചു. കർത്താവ് ഇന്ന് പൂർണ്ണ സൗഖ്യമായെന്നുള്ള സാക്ഷ്യം പറയാൻ ഇടയായി തീർന്നു. കർത്താവ് അത്ഭുത മന്ത്രിയാണ്. ഇനിയും ദൈവപ്രവൃത്തികൾ നടക്കും. ഞാൻ പറഞ്ഞില്ലേ, അത്ഭുതം എന്നുള്ളത്, ദൈവപ്രവൃത്തി എന്നുള്ളത് ദൈവ മക്കൾക്ക് അവകാശമായി എഴുതി തന്നിരിക്കുന്നതാ. നിങ്ങൾക്കൊരാധാരമുണ്ട്. ആധാരം വചനമാണ്. ആധാരത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ അവകാശികളാണ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ആമേൻ. ആമേൻ. ബ്രദറെ, പ്രൈസ് ലോർഡ്. പറഞ്ഞു സിസ്റ്ററെ. ഇന്നലെ എന്റെ പേര് ബിന്ദു. ഇന്നലെ വൈകുന്നേരം ഞാൻ ഒരു സാക്ഷ്യം പറയാനാ. കുഞ്ഞിന് ഭയങ്കര വയറുവേദന. അപ്പൊ കുഞ്ഞു പറഞ്ഞു, അമ്മ എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന എടുക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ബ്രദർ ഇങ്ങനെ പറഞ്ഞ വചനം എന്റെ മനസ്സിൽ ഓർമ്മ വന്നു, യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വരുന്നു. ഞാൻ വേഗം കുഞ്ഞിന്റെ കൈ തൊട്ട് വയറ് കൈ വെച്ചിട്ട് പറഞ്ഞു, യേശുവിന്റെ തിരുമുറിവിനാൽ മോന് സൗഖ്യം വന്നിരിക്കുന്നു, യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇത് പറഞ്ഞു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പം കുഞ്ഞു പറയുക, അമ്മ എനിക്ക് വേദനയില്ല, എന്റെ വേദന മൊത്തം പോയിന്ന്. ആമേൻ. തീർച്ചയായിട്ടും വലിയ സാക്ഷ്യമാണ്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് കുഞ്ഞിന് വേദന വന്നു, കൈ വെച്ചു പ്രാർത്ഥിച്ചു. അതാണ് വചനം കേട്ടത്. ആ സമയത്ത് നമ്മൾ സാധാരണ ഗതിയിൽ ഒരു പാരസെറ്റമോളോ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ആ രോഗം മാറാനുള്ള മരുന്ന്. പക്ഷേ ഈ സമയത്ത് എന്ത് ചെയ്തു? വചനം കേട്ടുള്ള ഗുണം പറഞ്ഞു. ആ സമയത്ത് വചനം ഓർമ്മ വന്നു, കൈ വെച്ചു പ്രാർത്ഥിച്ചു. കുഞ്ഞ് അപ്പം തന്നെ പറഞ്ഞല്ലേ സിസ്റ്ററെ? അന്നേരം തന്നെ കുഞ്ഞ് പറഞ്ഞു, അമ്മേ എന്റെ വേദന മാറിയെന്ന്. ആമേൻ. ഇല്ല. ആമേൻ. നന്ദി കർത്താവ്, യേശുവിന്റെ നാമത്തിൽ. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ കൈക്കകത്തുണ്ട് ദൈവപ്രവൃത്തി. ഈ ദിവസങ്ങളിൽ നിങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് തന്റെ പ്രവൃത്തിയെ തുറക്കുവാൻ, ഒഴുകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദാഹമുണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചേ. എൻ്റെ നാട്ടിൽ ഞാൻ ഓടി നടന്ന്, രാജ്യങ്ങളിൽ പോയി ഓടി നടന്ന് യേശുവിന്റെ സുവിശേഷം പറയും. അനേക രോഗികളെ എന്നിലൂടെ സൗഖ്യമാകും, അനേക ഇടങ്ങളിൽ ഞാൻ സാക്ഷ്യമാകും എന്നൊക്കെ നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ ദാഹമുള്ളവർക്ക് ഏത് പറയാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദാഹമുള്ളവൻ പറയും, എന്നാന്നറിയോ, എനിക്ക് ദാഹിക്കുന്നു. ദാഹമില്ലാത്തവൻ മിണ്ടാതിരിക്കും. ഇന്ന് മിണ്ടണം, നിങ്ങൾ പറയണം, വചനം പറയണം. ദാഹമുള്ളവനെ വചനം പറയാൻ കഴിയത്തുള്ളൂ, അല്ലാത്തവൻ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. ഗോഡ് ബ്ലസ് യു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഇനി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ പാലക്കാട്ട് നിന്നാണ്. പറഞ്ഞു സിസ്റ്ററെ. യൂട്യൂബിലാണെങ്കിൽ ലൈവിലാണെങ്കിൽ ഈ പ്രാർത്ഥന കേട്ട് അപ്പം ഉറക്കം വരും. ഇപ്പൊ സിസ്റ്റർക്ക് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരിക, അത് മുഴുവനാക്കാൻ സാധിക്കില്ല, എനിക്ക് ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. സിസ്റ്ററെ പ്രാർത്ഥിച്ചോണം. കാര്യം സിസ്റ്റർ ഈ വചനം കേൾക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനാണ്. പിശാച് സിസ്റ്റർക്ക് ഉറക്കം തരും. പിശാച് നിന്റെ ഒരു പരിപാടി എൻ്റെ മേൽ നടക്കത്തില്ല. ഈ വചനം കേൾക്കുമ്പം ഞാൻ ഇന്ന് സമാധാനത്തോടെ വചനം കേൾക്കും. കർത്താവ് എനിക്ക് അതിനുള്ള ശക്തി തരണേ എന്നൊറ്റ പ്രാർത്ഥന മതി കേട്ടോ സിസ്റ്ററെ. കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? അങ്ങനെ പ്രാർത്ഥിച്ചോണം. അങ്ങനെ പ്രാർത്ഥിക്കുക. വചനം കേൾക്കാനുള്ള, ഉണർന്നിരുന്ന് കേൾക്കാനുള്ള ശക്തി തരണമെന്നത് പ്രാർത്ഥിച്ചാൽ മതി. ആ ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ വിട്ടുമാറും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? അനുഗ്രഹമാണ്. ഞാൻ രാവിലെ തൊട്ട് വയ്യോളം ഈ പ്രാർത്ഥന തന്നെ വീട്ടിൽ വെച്ച് കേട്ടോണ്ടേ ഇരിക്കും. എന്റെ കണ്ണിനാണെങ്കിൽ എപ്പോഴും കണ്ണിലെന്തോ കുത്തുന്ന പോലെ, വീട്ടിലോട്ട് വല്ലതും പോയിട്ട് വീട്ടിലോട്ട് വരുമ്പോ എന്റെ കണ്ണിലെന്തോ കുത്തുന്ന പോലുള്ള അസ്വസ്ഥതയായിരുന്നു. ഞാനിത് പ്രാർത്ഥിച്ചു, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു, ആ അസ്വസ്ഥത മാറി കിട്ടി. ആമേൻ. എത്ര നാളോട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നു ഇത്? എവിടെയും പോയിട്ട് വീട്ടിലോട്ട് വരുമ്പോ കണ്ണിലെന്തോ കുത്തുന്നത്. എനിക്കൊരു കാറ്ററാക്ടിന്റെ ഇതുണ്ട്, അതിനുവേണ്ടി ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ കൂടെ കണ്ണിൽ ഇങ്ങനെ കുത്തുന്ന പോലെ ഒരു അസ്വസ്ഥത വന്നിട്ട് എനിക്കങ്ങ് വലിയ ഇറിറ്റേഷൻ ആയിരുന്നു. അതായത് ഞാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അന്നേരം തന്നെ അത് മാറി കിട്ടി എനിക്ക്. ആമേൻ. സ്വോത്രം. തീർച്ചയായിട്ടും പ്രിയ സൗരി പറഞ്ഞ പോലെ തന്നെ രാവിലെ വയ്യോളം വീട്ടിൽ വെച്ചോണ്ടേയിരിക്കും. ഈ പ്രാർത്ഥനാ സമയം എന്നാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ എങ്ങനെയോ യൂട്യൂബിൽ തിരഞ്ഞപ്പോ എനിക്ക് കിട്ടിയത്. അന്ന് തൊട്ട് ഇപ്പൊ ഒരു 2-3 മാസം കൊണ്ട് ഞാൻ കേൾക്കുന്നു. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹമാണത്. ആമേൻ. തീർച്ചയായിട്ടും ബ്രദറിന്, ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും കർത്താവ് നടത്തിയാണ്. വചനം കേട്ട് 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 കർത്താവിന്റെ സൗഖ്യം നടന്നു കഴിഞ്ഞു. ആ സൗഖ്യത്തിനായി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പറഞ്ഞു മിസ്റ്റർ. പറഞ്ഞു മിസ്റ്റർ. പറഞ്ഞു. കേൾക്കുന്നുണ്ട്. പാസ്റ്റർ, ഞാൻ ഇതിൽ കയറാൻ തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല. അപ്പോ കഴിഞ്ഞ ദിവസം എന്റെ മോന്റെ ക്യാമ്പസ് ഇന്റർവ്യൂ ആയിരുന്നു.
അപ്പൊ അതിനോട് ഇന്റർവ്യൂവിന് ജസ്റ്റ് മുമ്പ് അവരുടെ കേറുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, മമ്മി ഞാൻ കേറാൻ പോവാ, എന്നേക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണേ. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, മോനെ നീ പെട്ടെന്ന് ഈ വചനം പറയാൻ സാംസ് 18:29 പറയാൻ പറഞ്ഞു. അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു, മോനെ ഇത് പറഞ്ഞിട്ട് കേറാൻ പറഞ്ഞു. അങ്ങനെ അവൻ ആ വചനം ഏറ്റു പറഞ്ഞു. അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അവനെ സെലക്ട് ചെയ്യാനൊക്കെ കഴിഞ്ഞു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നുള്ളവരൊന്നും എനിക്ക് സത്യത്തിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു പാസ്റ്റർ. ഈ ഗ്രൂപ്പിൽ കയറിയ പിന്നാണ് എനിക്കിങ്ങനെ അറിയാൻ കഴിഞ്ഞത്. ദൈവത്തിന് 1000 സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞിനെ അവര് സെലക്ട് ചെയ്യാനൊക്കെ കഴിഞ്ഞതിന് ദൈവത്തിന് നന്ദി, പാസ്റ്റർ നന്ദി പറയുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവിൻ്റെ മഹത്വം എന്ന് പറയാൻ സൗജി പറഞ്ഞ പോലെ തന്നെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു, വചനം പറഞ്ഞ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ എങ്ങനെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം തിരിച്ചറിഞ്ഞപ്പം ആ ദൈവപ്രവൃത്തി ഉണ്ടായി. കുഞ്ഞിന് ആ ജോലി ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഇനിയും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇനിയും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇനിയും സാക്ഷ്യങ്ങളാൽ ദൈവം നിറയ്ക്കും. ഒഴുകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ട്? എന്തോ ബ്രദറെ, എന്തോ ഞാൻ ഒരു സാക്ഷിയായിട്ടല്ല, ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നേ. അതായത് ഇപ്പൊ നമുക്ക് ഇന്ന ഒരു കാര്യം വേണമെന്ന് നമുക്ക് അറിയാമെങ്കിലല്ലേ, ഇപ്പൊ ഈ ഒരു ജോലിയാണ് വേണ്ടുന്നതെന്ന് നമുക്ക് അറിയാമെങ്കിലല്ലേ നമുക്ക് ആ ജോലി വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അതല്ല, നമ്മളിപ്പോ ലൈഫിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുക, ഏത് ജോലി ചെയ്യണം അല്ലെങ്കിൽ എങ്ങോട്ട് മാറണം, എല്ലാം ഒരു തിരിപാട് കിട്ടാതെ ഒരു വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ ദൈവം നമുക്ക് ഏറ്റവും ഉചിതമായത് ചെയ്തു തരണം എന്നുള്ള ഒരു സന്ദർഭത്തിൽ നമ്മൾ ഏത് വാക്യം വെച്ചാ പ്രാർത്ഥിക്കുക? സിസ്റ്റർ, ഇതിപ്പോൾ സിസ്റ്റർ പഠിച്ചത് ഏത് കോഴ്സാണോ? ഇപ്പം നമ്മൾ പലപ്പോഴും പല ആൾക്കാരും ചെയ്യുന്നത്, നമ്മളൊരു കോഴ്സ് പഠിക്കുന്നു, എന്നാൽ കുറേ നാൾ നമ്മൾ ജോലിക്ക് ട്രൈ ചെയ്യാതെ വരുമ്പോൾ നമ്മൾ മറ്റൊന്നിലേക്ക് സ്വിച്ച് ചെയ്ത് പോകുന്നു അല്ലേ? പല ആളുകളും സംഭവിക്കുക, അത് കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെട്ട് മറ്റൊന്നിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഏതാണോ പഠിച്ചത്, ചിലപ്പോൾ അതിന് ഒരു ചാൻസും ഇല്ലായിരിക്കാം, അതിന് ഒരു സ്കോപ്പും ഇല്ലായിരിക്കാം, അതിന് ഒരു പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുവാൻ കൃപ തന്നെങ്കിൽ ആ പഠിച്ചതിൻ്റെ അകത്ത് നമ്മളൊക്കെ ഒരു അത്ഭുതകരമായ ജോലി തരാനും ദൈവത്തിന് കഴിയും. അപ്പം നമ്മൾ സ്വിച്ച് ചെയ്യാതെ, നമ്മൾ കൺഫ്യൂഷൻ ആകുന്ന എപ്പോഴാണെന്നറിയാവോ? നമ്മൾ എന്താണോ പഠിച്ചത് അതിന് വിപരീതമായി നാം അന്വേഷിക്കാൻ നമ്മൾ കൺഫ്യൂഷൻ ആയിപ്പോ. വേണ്ട, നമ്മൾ എന്താണോ സിസ്റ്റർ പഠിച്ചത് പ്രാർത്ഥിക്കർത്താവ് എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല ജോലി. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയും, ഇപ്പം ഞാൻ മെഡിക്കൽ ഫീൽഡാണ് പഠിച്ചത്, പക്ഷേ ഞാൻ കുറേ അന്വേഷിച്ച് ലഭിച്ചില്ല, പെട്ടെന്ന് ഞാൻ എഞ്ചിനീയറിംഗിലേക്ക് മാറും, എനിക്ക് ഭയങ്കര സങ്കടവും നിരാശയും ഉണ്ട്. അല്ല, ഞാൻ എന്താണോ പഠിച്ചത്, അത് എഞ്ചിനീയർ ആയിക്കോട്ടെ, ഇനിയിപ്പം ഡിഗ്രി ആയിക്കോട്ടെ, ഏത് കോഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കർത്താവ് എൻ്റെ വിദ്യാഭ്യാസത്തിന് യോഗ്യമായത്, ഏറ്റവും നല്ലത്, എല്ലാ അനുഗ്രഹമായിട്ടുള്ളത് എനിക്ക് കിട്ടും. എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും. സങ്കീർത്തനം എനിക്ക് വന്നത് 128 എനിക്ക് വന്നത്. ആ വാക്യം ഒന്ന് പെട്ടെന്ന് സെൻഡ് ചെയ്യണം. എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരുമെന്നുള്ള വചനം പ്രാർത്ഥിച്ചാൽ മതി, അത് സംഭവിക്കും കേട്ടോ. ഈ സമയത്ത് ആവശ്യമില്ലാതെ നിങ്ങൾ സംസാരിക്കല്ലേ കേട്ടോ, ആവശ്യമില്ലാതെ മ്യൂട്ട് മാറ്റി സംസാരിക്കല്ലേ. ഓക്കെ, പറഞ്ഞു സിസ്റ്ററെ. ഹസ്ബൻഡിന് ഭയങ്കര മദ്യപാനാണ്. അപ്പൊ ഇന്നലെ ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി, വണ്ടിക്ക് മാത്രമേ അപകടം പറ്റിയുള്ളൂ. ആളെ ദൈവം രക്ഷിച്ചു. അപ്പൊ ആൾക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം, മദ്യപാനത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. തീർച്ചയായും കർത്താവ് ഇന്ന് ആ മദ്യപാനം കർത്താവ് വിടിവിച്ചു കഴിഞ്ഞാൽ നന്ദി പറയുന്നു. കർത്താവ് ഇന്ന് പറഞ്ഞതുപോലെ അനർത്ഥം വിട്ടുമാറി. ഇന്ന് സിസ്റ്ററെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കർത്താവെ ആ ഹസ്ബൻഡിന് വേണ്ടി ദൈവം പ്രവർത്തിച്ച് കഴിഞ്ഞതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചോണം. കർത്താവ് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അണിയിലേക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? സുബീഷ് എന്ന് പറഞ്ഞൊരു മോന്റെ പേര് പറഞ്ഞായിരുന്നു, എന്റെ മകനാണ്. ഏറ്റെടുത്തു സിസ്റ്ററെ. കർത്താവ് ഇന്ന് ആ മകനെ തൊടാൻ വേണ്ടി പോണ ബാക്കി ആലോചനയുമായിട്ട് എന്താണോ ബന്ധപ്പെട്ട് അതും കൂടെ കേൾക്കുക, എന്നിട്ട് അത് പ്രാർത്ഥിക്കുക കേട്ടോ. യൂട്യൂബിലേക്ക് അത് വരുന്നുണ്ട്, അത് വീണ്ടും കേട്ട് ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. കർത്താവ് കാര്യം ചോദിച്ചോട്ടെ ബ്രദറെ, ഞാൻ 29 റേഡിയേഷനും 5 കീമോയും കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. പക്ഷെ രാവിലെ എനിക്ക് എണ്ണീക്കുമ്പോൾ എനിക്ക് ശരീരത്തിന് ഭയങ്കര അസ്വസ്ഥത. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ 2 ദിവസം എനിക്ക് എണ്ണീക്കാൻ വയ്യ. ഞാനപ്പോൾ എന്താ പാസ്റ്റർ ചെയ്യുന്നത്? പാസ്റ്റർ പറയുന്ന വചനമൊക്കെ ദിവസവും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് ഇപ്പൊ ഈ 2021 കഴിഞ്ഞതിന് ശേഷം എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക.
അത് കൈക്ക് സിസ്റ്റർ അതെന്നു വെച്ചാൽ സിസ്റ്റർ ഇതിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ കർത്താവായ യേശുവിൻ്റെ തിരുമുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം എടുക്കണം എല്ലാ ദിവസവും. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മേൽ കൈ വെച്ചിട്ട് കർത്താവ് ഞാൻ ഈ വെള്ളം ഞാൻ കുടിക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ മേൽ കർത്താവിൻ്റെ തിരുമുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, ഞാൻ ഇത് വെള്ളം കുടിക്കുന്നു, ഈ വെള്ളത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതെൻ്റെ ഉദരത്തിലേക്ക് എൻ്റെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ വെള്ളത്തിലുള്ള കർത്താവ് ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ആരോഗ്യം എൻ്റെ ശരീരത്തിലേക്ക് നിറയണം, എനിക്ക് കർത്താവിൻ്റെ സാക്ഷിയാകണം, ഇനി ക്ഷീണമില്ലാത്തൊരു ശരീരത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും സിസ്റ്റർ ഒരു ഗ്ലാസ് വെള്ളം അത് പ്രാർത്ഥിച്ചൊന്ന് കുടിച്ചേ കേട്ടോ. കർത്താവ് നിങ്ങളെ ആവശ്യമില്ലാതെ ഒരു മിനിറ്റ് ആവശ്യമില്ലാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ചെയ്തോണം. കാരണം പ്രാർത്ഥന കഴിഞ്ഞ് സാക്ഷ്യത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ചെയ്തോണം. നിങ്ങൾ സംസാരിക്കരുത്. ഇത് ലൈവ് പോകുന്നുണ്ട്, റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വളരെ ശ്രദ്ധിച്ച് പറയുക. ഗോഡ് ബ്ലെസ് യു. കർത്താവ് ഇരിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറയട്ടെ പാസ്റ്ററെ. പാസ്റ്റർ ഇന്ന് പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞല്ലോ ഞരമ്പ് സംബന്ധമായ എല്ലാ രോഗങ്ങളും സൗഖ്യമാകുന്നുവെന്ന്. ഞാൻ കഴിഞ്ഞ എന്റെ മുമ്പത്തെ ശനിയാഴ്ച കണ്ണിന്റെ റെറ്റിനോപ്പതിയുടെ പരിശോധനയ്ക്ക് വിധേയമായപ്പോൾ കണ്ണിനകത്ത് ഞരമ്പ് മുഴുവൻ 4th സ്റ്റേജില് റെറ്റിനോപ്പതി ആയിരിക്കുന്നു, സർജറി അല്ലാതെ ഇനി ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പല ഒപ്പീനിയൻ എടുത്തിട്ടും ഇതൊക്കെ റിസ്ക് ആണ് എന്നാണ് പലരുടെ അഭിപ്രായം. 3 മാസമൊക്കെ വെയിറ്റ് ചെയ്യാൻ പറയുന്നു ഡോക്ടർമാര്. അങ്ങനെ ഞാൻ ബ്രദർ ഇപ്പൊ പറഞ്ഞല്ലോ എല്ലാ സൗഖ്യമാകുന്നു. ഞാൻ എന്നും ബ്രദർ പറഞ്ഞു തന്ന വചനങ്ങളൊക്കെയും ഞാൻ വിശ്വാസത്തോടെ റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കും. എന്റെ മകൾക്കും കൊടുത്തിട്ട് അവളും അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം എനിക്ക് തന്ന വിടുതലിനായിട്ട് ഞാൻ സ്തോത്രം പറയുകയും അത് ഏറ്റെടുത്ത് നന്ദി പറയുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും സൗകര്യം അത് പ്രാർത്ഥിച്ചോണം, കൈവച്ചോണം. കർത്താവിൻ്റെ തിരുമുറിവിൽ എനിക്ക് ഒരു ഓപ്പറേഷനും കൂടാതെ തന്നെ അവർ ഡോക്ടർമാർ തന്നെ പറയും ഒരു കുഴപ്പമില്ല, സർജറി വേണ്ട എന്ന് അവർ പറയുന്ന രീതിയിൽ പൂർണ്ണ സൗഖ്യത്തെ കർത്താവ് ചെയ്യും കേട്ടോ. അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? ഹലോ ബ്രദർ, പറഞ്ഞു. എനിക്ക് 3-4 ദിവസം മുമ്പ് ഒരു ഭയങ്കര തലവേദന വന്നു. അല്ലെങ്കിൽ തലവേദന വരുമ്പോ എല്ലാം എനിക്ക് ഗുളിക കഴിച്ചാൽ മാത്രമേ അത് മാറുള്ളൂ. അപ്പൊ എനിക്ക് തലവേദന വന്നു. ഞാൻ യേശുവിന്റെ തിരുമുറിവിനാൽ എന്റെ തലവേദന മാറിയിരിക്കുന്നു കുറെ സമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ തലവേദന കുറഞ്ഞു. പക്ഷെ പിന്നെയും എനിക്ക് കുറെ സമയം കഴിച്ച ശേഷം പിന്നെയും 1-2 പ്രാവശ്യം വന്നു. ഞാൻ പറഞ്ഞു എന്ത് വന്നാലും ഞാനിപ്പോ ഗുളിക കഴിക്കത്തേ ഇല്ല, യേശുവിന്റെ തിരുമുറിവിനാൽ മാത്രം എനിക്ക് സൗഖ്യം കിട്ടും. എനിക്ക് യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം കിട്ടിക്കഴിഞ്ഞു. ഞാൻ യേശുവിന്റെ അവകാശിയാണെന്ന് പറഞ്ഞു. തലവേദന മാറി. ഇതുവരെ പിന്നെ നൽകില്ല. ആമേൻ. തീർച്ചയായിട്ടും റിയലിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞു. ഗുളി കഴിച്ചാൽ മാത്രമേ തിരുമുറിവ്. ആമേൻ. എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടി ഒന്നുകൂടെ പ്രാർത്ഥിക്കണം. മൂത്ത മോക്ക് 25 വയസ്സായി. കല്യാണാലോചന ഒക്കെ പറയുന്നുണ്ട്, ഒന്നും ഇതുവരെ ശരിയാകുന്നില്ല. പിന്നെ വീട്ടിലും പല അസ്വസ്ഥതകളായിട്ട് ഉണ്ട്, പല ഇതൊക്കെ. തീർച്ചയായിട്ടും മിസ്റ്ററെ കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും. ധൈര്യമായിട്ടിരുന്നു, സാക്ഷ്യമാക്കി ദൈവം മാറ്റും. ഇന്ന് കർത്താവ് ഈ ഒരു പ്രവൃത്തി ചെയ്തുവെങ്കിൽ ദൈവം അവിടെ തന്നെയുണ്ട്. ധൈര്യമായിട്ടിരുന്നോണം. കർത്താവ് വിഷയത്തിന് അത്ഭുതം ചെയ്തു കഴിഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലെസ് യു മിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ പോകാം. ഈ സമയത്ത് ലൈവിൽ എന്നെ കാണുന്നവര് നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ കാര്യങ്ങളെ ഇന്ന് ചെയ്യുമല്ലോ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ലൈവിൽ കാണുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, യേശുവിന്റെ നാമത്തിൽ വരും ദിവസങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പ്രയറിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, അതിൽ പങ്കുചേരുക. നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ ബലപ്പെടുക. അനേകർ അനുഗ്രഹത്തിന് ഇപ്പം നടന്ന സാക്ഷ്യം, നിങ്ങൾ ഈ സാക്ഷ്യം കേട്ടവരും പറഞ്ഞവരും ഒക്കെ ശ്രദ്ധിച്ചു നിങ്ങൾ ഷെയർ ചെയ്യുക.
നിങ്ങൾ യൂട്യൂബിലേക്ക് വരുന്ന ലിങ്കുകൾ ഷെയർ ചെയ്യുക. തകർന്നിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി നിങ്ങൾ പോയി പ്രാർത്ഥിക്കണം. അവരോട് പറയണം യേശു നിങ്ങളെ സൗഖ്യമാക്കി. ഇനി പോകാൻ കഴിയാത്തവർക്ക് ഈ വചനം അയച്ചു കൊടുക്കണം. എല്ലാവർക്കും ഈ വചനം, നമ്മളൊരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുന്നത് പോലെയാണ് കർത്താവിൻ്റെ വചനം കൊടുക്കുക. അവരുടെ മേൽ ദൈവത്തിൻ്റെ സാക്ഷ്യമായിട്ട് ദൈവം നിങ്ങളെ മാറ്റും. നമുക്ക് ഒരുമിച്ച് ഇന്ന് അവരെ ബ്ലസ് ചെയ്യാം. ഈ ലൈവിൽ കാണുന്നവർ അനുഗ്രഹിക്കുന്ന കർത്താവ്. സൂമിൽ പ്രാർത്ഥന തീർന്നിട്ടില്ല, ലൈവിൽ കാണുന്നവർ അനുഗ്രഹിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും പ്രാർത്ഥനയോടെ തന്നെ കാണാം. അത്ഭുതമേ നടക്കത്തുള്ളൂ. നിങ്ങൾ തകരത്തില്ല. ഞാൻ ഇന്ന് പറഞ്ഞാൽ ഒഴുകട്ടെ, ആത്മാവിൻ്റെ ഒഴുക്കിൽ നിങ്ങൾ അങ്ങ് പെടട്ടെ, ആത്മാവിൻ്റെ ഒഴുക്കിൽ നിങ്ങൾ അങ്ങ് മുങ്ങട്ടെ. ആത്മാവിൻ്റെ ഒഴുക്കിൽ നിങ്ങൾക്ക് നീന്താൻ പോലും കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ ശരീരം മുഴുവനും ആത്മാവിനാൽ ഒഴുകിക്കൊണ്ടു പോകുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിനാൽ നിറയണേ കർത്താവ് എന്ന് പറഞ്ഞോണം. ആത്മാവ് നിങ്ങളെ കൊണ്ടുപോകും, ഒഴുക്കും. അസൂയ തോന്നുമാർ ദൈവം നിങ്ങളെ ഉയർത്തും. ഗോഡ് ബ്ലസ് യു. നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. നാളെ നമുക്ക് ലൈവിലുള്ളവരെ വീണ്ടും കാണാം. കർത്താവ്